നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ബാങ്കിംഗ് സെക്ടറുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങളാണ്. അതിൽ വാണിജ്യ ബാങ്കുകൾ എന്ന് പറയുന്ന ഒരു മേഖലയാണ് നമ്മളിന്ന് മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നത്. വിവിധ തരത്തിലുള്ള ബാങ്കിംഗ് സമ്പ്രദായത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. വാണിജ്യ ബാങ്കുകൾ, അതേപോലെ തന്നെ ഡെവലപ്മെൻറ്റ് ബാങ്കുകൾ, സവിശേഷ ബാങ്കുകൾ, സഹകരണ ബാങ്കുകൾ എന്നിങ്ങനെ വിവിധ തരത്തിലുള്ള ബാങ്കുകളും ഈ ബാങ്കുകളുടെ ദേശസാൽക്കരണവുമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പഠിക്കുവാൻ ശ്രമിക്കുന്നത്. അപ്പോൾ എന്താണ് വാണിജ്യ ബാങ്കുകൾ എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. വാണിജ്യ ബാങ്കുകൾ എന്ന് പറയുമ്പോൾ വാണിജ്യ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബാങ്കുകൾ എന്ന് ഒരു ഒഴുക്കൻ മട്ടിൽ നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ ഈ ബാങ്കുകൾക്ക് ധാരാളം ശാഖകൾ ഉണ്ടായിരിക്കും. ഇവ പഴയ കാലം തൊട്ട് തന്നെ പ്രവർത്തിക്കുന്ന ബാങ്കുകളുമായിരിക്കും. കാരണം വിശ്വാസ്യതയാണ് ഇവിടെ പ്രധാനമായിട്ടുള്ളത്. അതുകൊണ്ട് ബാങ്കിംഗ് മേഖലയിൽ പഴക്കം ചെന്നതും ധാരാളം ശാഖകൾ ഉള്ളതുമായിട്ടുള്ള സംവിധാനത്തിനെയാണ് വാണിജ്യ ബാങ്കുകൾ എന്ന് പേരിട്ട് നമ്മൾ വിശേഷിപ്പിക്കാറുള്ളത്. നമ്മുടെ രാജ്യത്തെ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന ഈ ബാങ്കുകൾ ചെയ്യുന്ന പ്രവർത്തനമാണ് ജനങ്ങളിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കുക. ജനങ്ങളിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കുക, വാണിജ്യം, വ്യവസായം, കൃഷി തുടങ്ങിയ മേഖലകൾക്ക് വ്യവസ്ഥകൾക്ക് വിധേയമായി വായ്പകൾ നൽകുകയും ചെയ്യുക. ജനങ്ങളിൽ നിന്ന് നിക്ഷേപമായി സ്വീകരിക്കുന്ന പണം വാണിജ്യം, വ്യവസായം, കൃഷി മുതലായ മേഖലകളിലേക്ക് വ്യവസ്ഥകൾക്ക് വിധേയമായിട്ട് വായ്പയായി വിതരണം ചെയ്യുന്നതും ഈ പറയുന്ന വാണിജ്യ ബാങ്കുകൾ തന്നെയാണ്. ഈ വാണിജ്യ ബാങ്കുകളുടെ പൂർണ്ണമായ ഒരു ഉടമസ്ഥാവകാശം എന്ന് പറയുന്നത് നിക്ഷിപ്തമായിരിക്കുന്നത് സർക്കാരിലാണ്. പ്രത്യേകിച്ച് പൊതുമേഖലാ ബാങ്കുകളുടെ, വാണിജ്യ ബാങ്കുകളുടെ ഉടമസ്ഥത എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും സർക്കാരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. ഇത്തരം ബാങ്കുകളുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത് റിസർവ് ബാങ്കാണ്. അപ്പോൾ റിസർവ് ബാങ്കാണ് ഇത്തരം ബാങ്കുകളുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത്. വാണിജ്യ ബാങ്കുകളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നത് റിസർവ് ബാങ്കാണ്. ഭാരതീയ സ്റ്റേറ്റ് ബാങ്കും അതായത് SBIയും ദേശസാൽകൃത ബാങ്കുകൾ അതായത് നാഷണലൈസ്ഡ് ബാങ്കുകൾ, അതേപോലെ റീജിയണൽ റൂറൽ ബാങ്കുകൾ, അപ്പോൾ RRBകൾ എന്ന് പറയുന്നതും ചേർന്നതാണ് ഇന്ത്യയിലെ പൊതുമേഖലാ വാണിജ്യ ബാങ്കുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലെ പൊതുമേഖലാ വാണിജ്യ ബാങ്കുകൾ എന്താണ് എന്ന് ചോദിച്ചാൽ ഭാരതീയ സ്റ്റേറ്റ് ബാങ്കും ദേശസാൽകൃത ബാങ്കുകളും റീജിയണൽ റൂറൽ ബാങ്കുകളും ചേർന്നതാണ് ഇന്ത്യയിലെ പൊതുമേഖലാ വാണിജ്യ ബാങ്കുകൾ. ഇനിയോ സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള ബാങ്കുകൾ, സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള ബാങ്കുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്വകാര്യ ഇന്ത്യൻ വാണിജ്യ ബാങ്കുകൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള ബാങ്കുകളെയാണ് സ്വകാര്യ ഇന്ത്യൻ വാണിജ്യ ബാങ്കുകൾ എന്ന് പേരിട്ട് വിശേഷിപ്പിക്കാറുള്ളത്. ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ബാങ്കുകളുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ ആസ്ഥാനം ചിലപ്പോൾ എവിടെയായിരിക്കും? വിദേശത്തായിരിക്കാം. അപ്പോൾ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും ആസ്ഥാനം വിദേശത്ത് പ്രവർത്തിക്കുന്നതുമായ ബാങ്കുകളുണ്ട്. ഇവയെ നമ്മൾ വിശേഷിപ്പിക്കുന്ന പേര് സ്വകാര്യ വിദേശ വാണിജ്യ ബാങ്കുകൾ എന്നാണ്. അപ്പോൾ സ്വകാര്യ വിദേശ വാണിജ്യ ബാങ്കുകൾ എന്താണ് എന്ന് നോക്കിയാൽ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും ആസ്ഥാനം വിദേശത്ത് പ്രവർത്തിക്കുന്നതുമായ ബാങ്കുകളെയാണ് സ്വകാര്യ വിദേശ വാണിജ്യ ബാങ്കുകൾ എന്ന് നമ്മൾ വിശേഷിപ്പിക്കാറുള്ളത്. ഇവയുടെ പ്രധാനപ്പെട്ട ധർമ്മം എന്താണ്? ഈ ബാങ്കുകളുടെ പ്രധാനപ്പെട്ട ധർമ്മം എന്താണ്? പൊതുജനങ്ങളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുക. അതായത് പൊതുജനങ്ങളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുക എന്നതാണ് ബാങ്കുകളുടെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത്. ഈ വാണിജ്യ ബാങ്കുകൾ പലതരത്തിലുള്ള നിക്ഷേപങ്ങൾ സ്വീകരിക്കാറുണ്ട്. അപ്പോൾ വാണിജ്യ ബാങ്കുകൾ സ്വീകരിക്കുന്ന പ്രധാനപ്പെട്ട നിക്ഷേപങ്ങൾ ഏതെല്ലാമെന്ന് നമുക്കൊന്ന് നോക്കാം. അതിലൊന്നാമത്തേതാണ് സമ്പാദ്യ നിക്ഷേപം അഥവാ സേവിങ്സ് ബാങ്ക് എന്ന് പറയുന്നത്. രണ്ടാമത്തേതിനെ നമ്മൾ വിശേഷിപ്പിക്കുന്ന ഒരു പ്രചലിത നിക്ഷേപം അഥവാ കറൻറ്റ് ഡെപ്പോസിറ്റ് എന്നാണ് രണ്ടാമത്തെ തരത്തിലുള്ള നിക്ഷേപത്തെ വിശേഷിപ്പിക്കുന്നത്. ഇനി മൂന്നാമത്തെ തരത്തിലുള്ള നിക്ഷേപത്തിന് പറയുന്ന പേര് സ്ഥിര നിക്ഷേപം എന്നാണ്, അഥവാ ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്നാണ് മൂന്നാമത്തെ നിക്ഷേപത്തിന് വിശേഷിപ്പിക്കുന്നത്. ഇനി നാലാമത്തെ നിക്ഷേപം എന്താണ് എന്ന് ചോദിച്ചാൽ അത് ആവർത്തിത നിക്ഷേപം അഥവാ റിക്കറിംഗ് ഡെപ്പോസിറ്റ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. കൊമേഴ്ഷ്യൽ ബാങ്കുകൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിവിധ തരം നിക്ഷേപങ്ങളെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഒന്നാമത്തേത് സമ്പാദ്യ നിക്ഷേപമെന്നും, രണ്ടാമത്തേത് പ്രചലിത നിക്ഷേപം എന്നും, മൂന്നാമത്തേത് സ്ഥിര നിക്ഷേപം എന്നും, നാലാമത്തേത് ആവർത്തിത നിക്ഷേപം എന്നിങ്ങനെയുള്ള നിക്ഷേപങ്ങളാണ് ഇവിടെയുള്ളത്. ഇനി ഇതിൽ നമുക്ക് ആദ്യത്തെ നിക്ഷേപത്തിലേക്കൊന്ന് നോക്കാം. ആദ്യത്തെ നിക്ഷേപം എന്താണ്? സമ്പാദ്യ നിക്ഷേപം അഥവാ സേവിങ്സ് ഡെപ്പോസിറ്റ് ആണ്. അപ്പോൾ എന്താണ് സേവിങ്സ് ഡെപ്പോസിറ്റ് എന്ന് നമുക്കൊന്ന് നോക്കാം. സേവിങ്സ് ഡെപ്പോസിറ്റ് എന്താണ്? പൊതുജനങ്ങൾക്ക് അവരുടെ സമ്പാദ്യങ്ങൾ നിക്ഷേപിക്കാൻ സഹായിക്കുന്ന ഒരു പദ്ധതി.
അതാണ് സമ്പാദ്യ നിക്ഷേപം എന്ന പേരിൽ അറിയപ്പെടുന്നത്. പൊതുജനങ്ങൾക്ക് അവരുടെ സമ്പാദ്യങ്ങൾ നിക്ഷേപിക്കാൻ സഹായിക്കുന്ന ഒരു പദ്ധതിയെ ആണ് നമ്മൾ സമ്പാദ്യ നിക്ഷേപം എന്ന് പേരിട്ടുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. നിയന്ത്രണങ്ങൾക്ക് വിധേയമായിട്ട് നിക്ഷേപകന് ഈ നിക്ഷേപത്തിൽ നിന്ന് പണം പിൻവലിക്കാൻ അവസരം നൽകുന്നുണ്ട്. അതായത് നിയന്ത്രണങ്ങളുണ്ട് ഇത്തരത്തിലുള്ള നിക്ഷേപത്തിന്. ആ നിയന്ത്രണത്തിലുള്ള നിക്ഷേപങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ആ നിക്ഷേപങ്ങളിൽ നിന്നും നിയന്ത്രണത്തിന് വിധേയമായിട്ട് പണം പിൻവലിക്കുവാനായിട്ട് ആർക്ക് അവസരമുണ്ട്? ഈ പറയുന്ന നിക്ഷേപകന് അവസരമുണ്ട്. അത്തരത്തിലുള്ള നിക്ഷേപങ്ങളെയാണ് നമ്മൾ എന്ത് പേരിട്ട് വിശേഷിപ്പിച്ചത്? സമ്പാദ്യ നിക്ഷേപങ്ങൾ എന്ന പേര് നൽകി വിശേഷിപ്പിച്ചത്. ഇനി നമുക്ക് അടുത്ത നിക്ഷേപത്തിലേക്കൊന്ന് നോക്കാം. അല്ലേ, അടുത്ത നിക്ഷേപം എന്താണ്? അതിനെയാണ് നമ്മൾ കറൻറ്റ് ഡെപ്പോസിറ്റ് എന്ന് വിശേഷിപ്പിക്കാറ്. അല്ലേ, കറൻറ്റ് ഡെപ്പോസിറ്റ് അഥവാ അതിന് വിളിക്കുന്ന പേരാണ് പ്രചലിത നിക്ഷേപം എന്നാണ് വിശേഷിപ്പിക്കാറ്. അല്ലെ, പ്രചലിത നിക്ഷേപം അല്ലെങ്കിൽ കറൻറ്റ് ഡെപ്പോസിറ്റ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. എന്താണ് ഈ പ്രചലിത നിക്ഷേപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കറൻറ്റ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം. അതായത് ഒരു ദിവസം തന്നെ ധാരാളം പ്രാവശ്യം പണം കൊണ്ടുപോയി നിക്ഷേപിക്കാൻ പറ്റും. അതായത് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും എപ്പോൾ വേണമെങ്കിലും കൊണ്ടുപോയി എന്ത് ചെയ്യാൻ പറ്റും? ഒരു ദിവസം വേണമെങ്കിൽ ഒരു 16 തവണ വേണമെങ്കിലും ഈ പണം കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കാൻ പറ്റുന്ന ഒരു അക്കൗണ്ട്, അതാണ് കറൻറ്റ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ പ്രചലിത നിക്ഷേപം എന്ന് പറയുന്നത്. ഇനി അതേപോലെയോ എത്ര തവണ വേണമെങ്കിലും ഒരു ദിവസം നമുക്ക് ഇന്ന് പണം പിൻവലിക്കാനും സാധിക്കും. അപ്പോൾ ഒരു ദിവസം തന്നെ ധാരാളം പ്രാവശ്യം പണം നിക്ഷേപിക്കാനും പണം പിൻവലിക്കുവാനും സൗകര്യം നൽകുന്ന നിക്ഷേപത്തിനെയാണ് നമ്മൾ പ്രചലിത നിക്ഷേപം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഈ പ്രചലിത നിക്ഷേപത്തിനൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഇത്തരത്തിലുള്ള നിക്ഷേപങ്ങൾക്ക് പലിശ ലഭിക്കില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ പലിശ ലഭിക്കാത്ത നിക്ഷേപങ്ങളെയാണ് പ്രചലിത നിക്ഷേപങ്ങളെന്ന് വിശേഷിപ്പിക്കുന്നത്. ഇത് എത്ര തവണ വേണമെങ്കിലും ഒരു ദിവസം നമുക്ക് നിക്ഷേപിക്കാം. അതേപോലെ നിക്ഷേപിച്ചതിൽ നിന്ന് എത്ര തവണ വേണമെങ്കിലും നമുക്ക് തിരിച്ചെടുക്കാനും പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രചലിത നിക്ഷേപം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ആര് എന്ന് ചോദിച്ചാൽ വ്യവസായികളും വ്യാപാരികളുമാണ്. ഇപ്പോൾ വ്യവസായികളും വ്യാപാരികളും കൂടുതലായി ഉപയോഗിക്കുന്ന നിക്ഷേപത്തിനെയാണ് പ്രചലിത നിക്ഷേപം എന്ന് പറയുന്നത്. അടുത്ത നിക്ഷേപമാണ് സ്ഥിര നിക്ഷേപം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സ്ഥിര നിക്ഷേപം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതിന് നമ്മൾ വിശേഷിപ്പിക്കുന്ന മറ്റൊരു പേരാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയും. ഇതിന് വിശേഷിപ്പിക്കുന്ന മറ്റൊരു പേരാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് അഥവാ സ്ഥിര നിക്ഷേപം. എന്താണ് സ്ഥിര നിക്ഷേപം അഥവാ ഫിക്സഡ് ഡെപ്പോസിറ്റ്? വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ഒരു നിശ്ചിത കാലയളവിലേക്ക് പണം ബാങ്കിൽ നിക്ഷേപിക്കാൻ യോജിച്ച നിക്ഷേപമാണ് സ്ഥിര നിക്ഷേപം എന്ന് പറയുന്നത്. അപ്പോൾ വ്യക്തികൾക്കും ഏതെങ്കിലും സ്ഥാപനങ്ങൾക്കും ഒരു നിശ്ചിത കാലയളവിലേക്ക് പണം കൊണ്ടുപോയി ബാങ്കിൽ നിക്ഷേപിക്കുന്നതിനായിട്ട് ഉപകരിക്കുന്ന നിക്ഷേപങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്ഥിര നിക്ഷേപങ്ങളെന്ന് വിളിക്കുന്നത്. ഈ സ്ഥിര നിക്ഷേപത്തിൻ്റെ പലിശ നിരക്ക് നിശ്ചയിക്കുന്നത് നിക്ഷേപത്തിൻ്റെ കാലാവധിയെ അടിസ്ഥാനമാക്കിയാണ്. അപ്പോൾ നിക്ഷേപത്തിൻ്റെ പലിശ നിരക്ക് നിശ്ചയിക്കുന്നത് എത്ര കാലത്തേക്കാണ് ഈ നിക്ഷേപം നൽകുന്നത് അല്ലെങ്കിൽ നിക്ഷേപം ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് സ്ഥിര നിക്ഷേപത്തിൻ്റെ പലിശ നിരക്ക് നിശ്ചയിക്കുന്നത്. ഇനി മൂന്നാമത്തെ നിക്ഷേപമായ ആവർത്തിത നിക്ഷേപം എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. അല്ലേ, ആവർത്തിത നിക്ഷേപം എന്ന് വെച്ചാൽ എന്താണ്? റിക്കറിംഗ് ഡെപ്പോസിറ്റാണ്. റിക്കറിംഗ് ഡെപ്പോസിറ്റിനെയാണ് ആവർത്തിത നിക്ഷേപം എന്ന് പരാമർശിക്കുന്നത്. അപ്പോൾ എന്താണ് ആവർത്തിത നിക്ഷേപം എന്ന് നോക്കാം. ഒരു നിശ്ചിത തുക വീതം ഒരു പ്രത്യേക കാലയളവിലേക്ക് എല്ലാ മാസവും നിക്ഷേപിക്കുന്നതാണ് ആവർത്തിത നിക്ഷേപം എന്ന് പറയുന്നത്. അതായത് ആവർത്തിച്ചുള്ള നിക്ഷേപം, അതാണ് ആവർത്തിത നിക്ഷേപം. ഒരു നിശ്ചിത തുക വീതം ഒരു പ്രത്യേക കാലയളവിലേക്ക് എല്ലാ മാസവും നിക്ഷേപിക്കുന്നതിനെയാണ് നമ്മൾ ആവർത്തിത നിക്ഷേപം അഥവാ റെക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഈ ആവർത്തിത നിക്ഷേപത്തിൽ നമ്മുടെ സമ്പാദ്യ നിക്ഷേപത്തേക്കാൾ കൂടിയ പലിശ നിരക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു സേവിങ്സ് ബാങ്ക് സ്കീം ഉണ്ടല്ലോ, അതിനേക്കാൾ കൂടിയ പലിശ ലഭിക്കുന്ന ഒരു പദ്ധതിയാണ് ആവർത്തിത നിക്ഷേപം അഥവാ റെക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ടല്ലോ, സ്ഥിര നിക്ഷേപം, ആ ഫിക്സഡ് ഡെപ്പോസിറ്റിനേക്കാൾ പലിശ കുറവുമായിരിക്കുന്ന ഒന്നാണ് ഈ റെക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഇനി ഈ വാണിജ്യ ബാങ്കുകൾ നൽകുന്ന വായ്പ, അത് പണം വായ്പയായിട്ട് നൽകുന്ന പണവായ്പയുമുണ്ട്, അതേപോലെ ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നതുമുണ്ട്. അപ്പോൾ എന്താണ് പണവായ്പയെന്നും എന്താണ് ഓവർ ഡ്രാഫ്റ്റ് എന്നും നമുക്കൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ പണവായ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ്തികളുടെ ജാമ്യത്തിന്മേൽ ആവശ്യക്കാരനായ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും നൽകുന്ന വായ്പയെ ആണ് നമ്മൾ പണവായ്പ എന്ന് വിശേഷിപ്പിക്കുന്നത്. അതായത് ആസ്തികളുടെ ജാമ്യത്തിന്മേൽ ആവശ്യക്കാരായ വ്യക്തികൾക്ക് സ്ഥാപനങ്ങൾക്ക് നൽകുന്ന വായ്പയാണ്. അപ്പോൾ സ്വർണം, അതേപോലെ തന്നെ ഭൂമി, പിന്നെ സാലറി സർട്ടിഫിക്കറ്റ്, ഇതൊക്കെ ജാമ്യമായിട്ട് കൊടുത്തു കഴിയുമ്പോൾ അല്ലെങ്കിൽ LICയുടെ ആ ഒരു സർട്ടിഫിക്കറ്റ്
ഇതൊക്കെ നമ്മൾ ജാമ്യമായിട്ട് കൊടുത്തു കഴിയുമ്പോൾ അത് നൽകുന്ന വ്യക്തിക്കും അതല്ലെങ്കിൽ അത് നൽകുന്ന സ്ഥാപനത്തിനും നൽകുന്ന ഒരു വായ്പയുണ്ട്. ഈ വായ്പയെ ആണ് നമ്മൾ പണവായ്പ എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. ഇനി അതേപോലെ നോക്കിയാൽ എന്തുണ്ട്, ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്ന മറ്റൊരു സംവിധാനമുണ്ട്. അപ്പോൾ എന്താണ് ഓവർ ഡ്രാഫ്റ്റ് എന്ന് നമുക്കൊന്ന് നോക്കാം അല്ലേ. ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ വാണിജ്യ ബാങ്കുകൾ വ്യക്തികൾക്ക് നൽകുന്ന ഒരു തരം വായ്പയാണ് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വ്യക്തികൾക്ക് നൽകുന്ന വായ്പയാണ് ഓവർ ഡ്രാഫ്റ്റ്. അപ്പോൾ ഏത് വ്യക്തികൾക്കാണ് ഇത് കൊടുക്കുന്നത് എന്ന് കൂടി നോക്കാം നമുക്ക്. അപ്പോൾ വ്യക്തികളുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള തുകയേക്കാൾ കൂടുതൽ പണം പിൻവലിക്കാനായിട്ടുള്ള അവസരമാണ് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു വ്യക്തിയുടെ ബാങ്ക് അക്കൗണ്ടിൽ 1 ലക്ഷം രൂപയേ ഉള്ളൂ എന്ന് കണക്കാക്കുക. പക്ഷേ ആ വ്യക്തിക്ക് 50 ലക്ഷം രൂപ വരെ പിൻവലിക്കുവാനുള്ള ഒരു അവകാശം അല്ലെങ്കിൽ ഒരു അവസരം കൊടുക്കുന്ന സംവിധാനത്തിനെയാണ് നമ്മൾ ഓവർ ഡ്രാഫ്റ്റ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ആധുനിക കാലത്ത് നമ്മളുടെ ക്രെഡിറ്റ് കാർഡ് എന്നൊക്കെ പറയുന്ന സംവിധാനം ഇതുവഴി നമ്മുടെ അക്കൗണ്ടിൽ പൈസ ഇല്ലെങ്കിലും ആ കാർഡ് ഉപയോഗിച്ചെടുക്കാൻ പറ്റുന്നത് പോലുള്ള പഴയ കാലത്ത് നിലനിന്നിരുന്ന ഒരു സംവിധാനമെന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഓവർ ഡ്രാഫ്റ്റ് സംവിധാനത്തെ വിളിക്കാം. ഇത് കൂടുതലും വ്യവസായികൾക്കായിരുന്നു നൽകിയിരുന്ന കാര്യം. അവർക്കാണല്ലോ പണമൊക്കെ നിന്ന നിൽപ്പിൽ ലക്ഷങ്ങളും കോടികളും ഒക്കെ ആവശ്യം വരിക. അതുകൊണ്ട് തന്നെ ഈ പ്രചലിത നിക്ഷേപം എന്ന് പറയുന്ന കറൻറ്റ് ഡെപ്പോസിറ്റുള്ള ആളുകൾക്കായിരുന്നു ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി എന്ന് പറയുന്നത് ബാങ്കുകൾ അനുവദിച്ചു കൊടുത്തിരുന്നത്. ഇനി ഇവർ ഈ പണം കൊടുക്കുമല്ലോ, അത് എവിടെ നിന്ന് എടുക്കുന്ന പണമാണ് കൊടുക്കുന്നത് എന്നുകൂടി അറിയേണ്ടതല്ലേ നമ്മൾ. അതെ, ഈ പൊതുജനങ്ങളിൽ നിന്നും നിക്ഷേപമായിട്ട് സ്വീകരിക്കുന്ന ഒരു തുകയുണ്ട് അല്ല. പൊതുജനങ്ങളിൽ നിന്നും നിക്ഷേപമായിട്ട് സ്വീകരിക്കുന്ന ഒരു തുക, ആ തുകയാണ് ഈ ബാങ്കുകൾ വായ്പയായിട്ട് നൽകുന്നത്. അപ്പോൾ ബാങ്കുകൾക്ക് വായ്പ കൊടുക്കുവാൻ പണം ലഭിക്കുന്നത് എവിടെ നിന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരമാണ് നമ്മളിപ്പോൾ പറഞ്ഞെന്താണ്, പൊതുജനങ്ങളിൽ നിന്ന് നിക്ഷേപമായിട്ട് സ്വീകരിക്കുന്ന തുക അല്ല. നിക്ഷേപമായിട്ട് സ്വീകരിക്കുന്ന തുകയാണ് ബാങ്ക് വായ്പയായിട്ട് നൽകുന്നത്. ഈ വായ്പയുടെ കാലാവധിയും വായ്പയുടെ ആവശ്യവും എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ഈ പലിശ നിരക്കിൽ വ്യത്യാസം വരുന്നത്. അപ്പോൾ ദീർഘകാലത്തേക്ക് എടുക്കുന്ന വായ്പകൾ കാണും, അതേപോലെ ഹ്രസ്വകാലത്തേക്ക് എടുക്കുന്ന വായ്പകൾ കാണും, അതേപോലെ ഭവന വായ്പകൾ കാണും, അതേപോലെ കാർഷിക വായ്പകൾ കാണും. അപ്പം അങ്ങനെ നമ്മൾ നോക്കിയാൽ നമുക്ക് എടുക്കുന്ന വായ്പയുടെ ആവശ്യം എന്താണോ, അതേപോലെ എടുക്കുന്ന കാലയളവ് എത്രയാണോ, ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പലിശ നിരക്ക് എന്ന് പറയുന്നത് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. വായ്പകൾ സ്വീകരിക്കാനായിട്ട് അല്ലെങ്കിൽ വായ്പകൾ കൊടുക്കുന്നതിനായിട്ട് ആരെങ്കിലും ആവശ്യപ്പെട്ട് ചെന്ന് കഴിയുമ്പോൾ അവരിൽ നിന്നും ബാങ്ക് ചില ജാമ്യം ഈടാക്കാറുണ്ട്, അല്ലെങ്കിൽ ചില ജാമ്യങ്ങൾ ആവശ്യപ്പെടാറുണ്ട്. ഇതിനെയാണ് ഈടുകളെന്ന് പറയുന്നത്. അപ്പോൾ വായ്പകൾ നൽകാൻ സ്വീകരിക്കുന്ന ഈടുകൾ എന്തെല്ലാമെന്ന് ചോദിച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ ഭൗതിക ആസ്തികൾ, അതായത് സ്വർണം ഒരു ഭൗതിക ആസ്തിയാണ്, വസ്തുവിൻ്റെ ആധാരം മറ്റൊരു ഭൗതിക ആസ്തിയാണ്, സ്ഥിര നിക്ഷേപ പത്രങ്ങൾ, അതായത് ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടാകുമല്ലോ. ഇപ്പോൾ നമ്മൾ FD ആയിട്ട് പണം കൊണ്ടുപോയി ഇട്ട് കഴിയുമ്പോൾ അതെവിടെയാണോ കൊണ്ടുപോയി ഇടുന്നത് അവിടെ നിന്നും നമുക്കെന്ത് കിട്ടാറുണ്ട്, ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ കിട്ടുന്ന ഈ സർട്ടിഫിക്കറ്റിനെയാണ് നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് സർട്ടിഫിക്കറ്റ്സ് എന്ന് പറയാറുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്ഥിര നിക്ഷേപ പത്രങ്ങൾ, അതേപോലെ സാലറി സർട്ടിഫിക്കറ്റ്, അതായത് ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ സാലറി സർട്ടിഫിക്കറ്റാണ് കൂടുതലും സ്വീകാര്യമായിട്ട് ബാങ്കുകൾ ആവശ്യപ്പെടാറുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഈ പറയുന്ന ഭൗതിക ആസ്തികളായ സ്വർണവും വസ്തുവിൻ്റെ ആധാരവും സ്ഥിര നിക്ഷേപ പത്രങ്ങളും ശമ്പള പത്രവും ഒക്കെയാണ് വായ്പകൾ സ്വീകരിക്കുവാൻ വരുന്ന വ്യക്തിക്ക് ബാങ്ക് അവർക്ക് സമർപ്പിക്കുവാൻ ആവശ്യപ്പെടുന്ന ഈടുകളെന്ന് പറയുന്നത്. ഇനിയോ ഈ ബാങ്കുകൾ നിക്ഷേപകർക്ക് നൽകുന്ന പലിശ നിരക്കുണ്ടല്ലോ. ഇപ്പോൾ 1 ലക്ഷം രൂപ കൊണ്ടുപോയിട്ട് നമ്മൾ ബാങ്കിലിട്ട് കഴിഞ്ഞാൽ നമുക്കവരെന്ത് തരും, ഒരു പലിശ തരും അല്ലേ. അത് ചിലപ്പോൾ അതായിരിക്കും 8 മുതൽ 9 വരെയുള്ള ഒരു പലിശയായിരിക്കും ചിലപ്പോൾ നമുക്ക് കിട്ടുക. നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയി പണം നിക്ഷേപിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പലിശ ചിലപ്പോൾ മാക്സിമം 8% വരെ പലിശയായിരിക്കും നമുക്ക് അവർ തരുന്ന തുകയെന്ന് പറയുന്നത്. അല്ല, ഒരു വർഷത്തേക്ക് 8% എന്ന് പറയുന്നത് ഏകദേശം ആ തുക നമുക്ക് ഒരു 8,000 രൂപ ചിലപ്പോൾ നമുക്ക് കിട്ടിയേക്കാം അല്ലേ. അത് ഏറിയും കുറഞ്ഞൊക്കെ ഇരിക്കാം. അതുപോലെ വായ്പ എടുക്കുന്നവരിൽ നിന്ന് ഈടാക്കുന്ന പലിശ നിരക്ക് കൂടുതലുമായിരിക്കും. ഇപ്പോൾ നമ്മൾ 1 ലക്ഷം രൂപ വായ്പ എടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ബാങ്കിലാകുമ്പോൾ ചിലപ്പോൾ എന്തായിരിക്കും, ഒരു വർഷം കൊണ്ട് 12% പലിശ, അതായത് 12,000 രൂപ എന്ന് പറയണം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ആ 1 ലക്ഷം രൂപയ്ക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഞാൻ കൊണ്ടുപോയിട്ട് 1 ലക്ഷം രൂപ എന്ന് പറയണമല്ലോ, 1 lakh എന്ന് പറയുന്ന തുക കൊണ്ടുപോയിട്ട് എവിടെ ഇട്ടു, ബാങ്കിലിട്ടു. അപ്പോൾ എനിക്ക് തരുന്ന പലിശ 8%. അപ്പോൾ എനിക്ക് 8,000 രൂപയാണ് അവിടുന്ന് പലിശയായിട്ട് കിട്ടുന്നതെന്ന് സങ്കല്പിക്കുക അല്ലേ. എന്നാൽ ഈ ബാങ്ക് ഞാൻ കൊടുത്ത ഈ 1 ലക്ഷം രൂപ നിങ്ങൾക്ക് ഒരു വായ്പയായിട്ട് തന്നു, നിങ്ങൾക്ക് 12% പലിശയാണ് വായ്പ ആയിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന തുക 12,000 രൂപയാണ്. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 4,000 രൂപ എന്ന് പറയുന്നതാണ്. അപ്പോൾ ഈ 4,000 രൂപ എന്താണ് എന്ന് ചോദിച്ചാൽ, ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായിട്ട് ബാങ്ക് എടുക്കുന്ന നിരക്ക്. ബാങ്കിൻ്റെ ലാഭം എന്ന് പറയുന്നത് 4,000 ആണ്.
അതുപയോഗിച്ചാണ് ബാങ്കിൻ്റെ പ്രവർത്തന ലാഭം അല്ലെങ്കിൽ പ്രവർത്തനത്തിനുള്ള തുക കണ്ടെത്തുന്നത്. അപ്പോൾ ബാങ്കുകൾ നിക്ഷേപകർക്ക് നൽകുന്ന പലിശ നിരക്ക് അല്ലേ എത്രയായിരിക്കും? കുറവും വായ്പ എടുക്കുന്നവരിൽ നിന്ന് ഈടാക്കുന്ന പലിശ നിരക്ക് എന്ന് പറയുന്നത് കൂടുതലുമായിരിക്കും. ഈ പലിശ നിരക്കുകൾ തമ്മിലുള്ള വ്യത്യാസമാണ് ബാങ്കിൻ്റെ ലാഭം എന്ന് പറയുന്നത്. അപ്പോൾ പലിശ നിരക്കുകൾ തമ്മിലുള്ള വ്യത്യാസത്തിനെയാണ് ബാങ്കിൻ്റെ ലാഭം എന്ന് പറയുന്നത്. ഇതിന് പറയുന്നവരാണ് സ്പ്രെഡ് അഥവാ വ്യാപനം എന്നാണ് പറയുന്നത്. അപ്പോൾ ബാങ്കിൻ്റെ ഇടപാടുകൾ മൂലം പലിശ നിരക്കുകളുടെ വ്യത്യാസം മൂലം ബാങ്കിന് ലാഭം കിട്ടുന്ന പ്രക്രിയയ്ക്ക് നമ്മൾ പറയുന്നവരാണ് വ്യാപനം അഥവാ സ്പ്രെഡ് എന്നാണ് ഇതിനെപ്പറ്റി പറയാറുള്ളത്. ഇതാണ് കൊമേഴ്ഷ്യൽ ബാങ്കുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്, അല്ലേ? വിവിധതരം ബാങ്കുകളെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇനി എന്താണ് സഹകരണ ബാങ്കുകൾ എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം, അല്ലേ? സഹകരണ ബാങ്കുകൾ എന്താണ്? സഹകരണം എന്ന് ആദ്യം മനസ്സിലാക്കണം, അല്ലേ? അപ്പോൾ സഹകരണം എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനമുണ്ട്, കോർപ്പറേഷൻ എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനമുണ്ട്. അതിൻ്റെ ജന്മനാടായിട്ട് കണക്കാക്കുന്നത് ഇംഗ്ലണ്ടിനെയാണ്. അപ്പോൾ കോർപ്പറേഷൻ്റെ ജന്മനാടായിട്ട് കണക്കാക്കുന്നത് ഇംഗ്ലണ്ടിനെയാണ്. ഈ സഹകരണ പ്രസ്ഥാനം, ആ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവായിട്ട് കണക്കാക്കുന്നത് റോബർട്ട് ഓവനെയുമാണ്. സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവായിട്ട് കണക്കാക്കപ്പെടുന്ന വ്യക്തിയാണ് റോബർട്ട് ഓവൻ. ഇതേ സഹകരണ പ്രസ്ഥാനം ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്ന പേര് കിട്ടിയ വ്യക്തിയാണ് ഫ്രെഡറിക് നിക്കോൾസൺ എന്ന് പറയും. അപ്പോൾ ഫ്രെഡറിക് നിക്കോൾസൺ ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെട്ടതാണ് ഫ്രെഡറിക് നിക്കോൾസൺ. സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം എന്നതാണ് സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വം എന്ന് പറയുന്നത്. അപ്പോൾ സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം എന്നതാണ് സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വം എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്താണ് ഇത്തരത്തിലുള്ള ഈ സഹകരണ ബാങ്കിൻ്റെ ലക്ഷ്യമെന്ന് നമുക്കൊന്ന് നോക്കാം, അല്ലെ? സഹകരണ ബാങ്കുകൾ സ്ഥാപിക്കുമ്പോൾ ഇതിനൊന്നുണ്ടാവും, ഒരു ലക്ഷ്യമുണ്ടാവും. ആ സഹകരണ ബാങ്കിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ സാധാരണക്കാരായിട്ടുള്ള വ്യക്തികൾക്ക്, പ്രത്യേകിച്ച് ഗ്രാമീണർക്ക് സാമ്പത്തിക സഹായം നൽകുക എന്നതാണ് സഹകരണ ബാങ്കുകളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്, അല്ലേ? സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക്, പ്രത്യേകിച്ച് ഗ്രാമീണർക്ക് സാമ്പത്തിക സഹായം നൽകുക എന്നതാണ് സഹകരണ ബാങ്കിൻ്റെ പ്രധാന ലക്ഷ്യമായിട്ട് കണക്കാക്കുന്നത്, അല്ലേ? കൃഷിക്കാർ, കൈത്തൊഴിലുകാർ, ചെറുകിട വ്യവസായികൾ തുടങ്ങിയവരാണ് സഹകരണ ബാങ്കിൽ നിന്ന് കൂടുതൽ സേവനങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന ആൾക്കാർ. അപ്പോൾ സഹകരണ ബാങ്കിൽ അംഗത്വം എടുക്കുകയും സഹകരണ ബാങ്കിൻ്റെ സേവനം കൂടുതൽ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നത് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണല്ലേ. കൃഷിക്കാരുണ്ട്, കൈത്തൊഴിലുകാരുണ്ട്, ചെറുകിട വ്യവസായികൾ മുതലായവരാണ് ഇത്തരത്തിലുള്ള സേവനങ്ങൾ കൂടുതലും പ്രയോജനപ്പെടുത്തുന്നത്. നമ്മുടെ ഇന്ത്യയിൽ സഹകരണ നിയമം ആദ്യമായിട്ട് നിലവിൽ വന്ന വർഷം എന്ന് പറയുന്നത് 1904 1904 ഇന്ത്യയിൽ ആദ്യമായിട്ട് സഹകരണ നിയമം നിലവിൽ വന്നത്. ഈ സഹകരണ നിയമം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ഒരു ദേശീയ സഹകരണ ബാങ്ക് സ്ഥാപിക്കണമെന്ന് ആദ്യമായിട്ട് ശുപാർശ ചെയ്തത് RN മിർദ കമ്മിറ്റിയാണ്. 1965 RN മിർദ കമ്മിറ്റി ഇന്ത്യയിൽ ഒരു ദേശീയ സഹകരണ ബാങ്ക് സ്ഥാപിക്കുന്നതിനായിട്ട് ശുപാർശ ചെയ്തത്. നമ്മുടെ ഇന്ത്യയിലെ സഹകരണ ബാങ്ക് ശൃംഖലയെ പൊതുവെ നമുക്ക് രണ്ടാക്കി തരംതിരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്ത്യയിലെ സഹകരണ ബാങ്ക് ശൃംഖലയെ എത്രയായി തരംതിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുവെ രണ്ടായി തരംതിരിക്കുന്നു. ഒന്ന് ഗ്രാമീണ സഹകരണ വായ്പാ സംഘങ്ങളെന്ന് പറയുന്ന റൂറൽ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അല്ലേ? ഗ്രാമീണ സഹകരണ വായ്പാ സംഘങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന റൂറൽ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് ഒന്നാമത്തെ ശ്രേണിയിലെങ്കിൽ, രണ്ടാമത്തെ ശ്രേണി എന്ന് പറയുന്നിടത്ത് നഗര സഹകരണ ബാങ്കുകളാണ്, അല്ലെ? നഗര സഹകരണ ബാങ്കുകൾ എന്ന് പറഞ്ഞാൽ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക്സ് ആണ്. അപ്പോൾ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക്സ് എന്ന് വെച്ചാൽ നഗര സഹകരണ ബാങ്കുകളാണ്. അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നത് നഗര സഹകരണ ബാങ്കുകളാണ്. ഗ്രാമീണ സഹകരണ സംഘങ്ങളിൽ ഹ്രസ്വകാലമെന്നും ദീർഘകാലമെന്നും പറയുന്ന രണ്ട് വിഭാഗങ്ങളുണ്ട്, അല്ലെ? ഗ്രാമീണ സഹകരണ വായ്പാ സംഘങ്ങൾ നമ്മൾ നോക്കിയാൽ അതിൽ ഷോർട്ട് ടൈം അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് ലോങ് ടൈം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നതുകൊണ്ട്. അപ്പോൾ ഗ്രാമീണ സഹകരണ സംഘങ്ങളിൽ ഹ്രസ്വകാലം, ദീർഘകാലം എന്നിങ്ങനെ രണ്ട് വിഭാഗങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി അതേപോലെ നോക്കിയാലോ, ഈ ഹ്രസ്വകാല, അല്ലേ? അതായത് ഹ്രസ്വകാല ഗ്രാമീണ സംഘങ്ങൾ 3 തട്ടിലായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഹ്രസ്വകാല ഗ്രാമീണ സംഘങ്ങൾ ത്രിതല ഘടനയിൽ പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഗ്രാമീണ തലത്തിൽ അതിൻ്റെ റോൾ എന്താണ്? പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി എന്നാണ് ഇതിൻ്റെ ആ ഒരു ഗ്രാമീണ തലത്തിൽ പറയുന്നത്. അതായത് പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങളാണ് ഗ്രാമീണ തലത്തിൽ പ്രവർത്തിക്കുന്നത്. ജില്ലാതലത്തിലാണെങ്കിലോ കേന്ദ്ര സഹകരണ ബാങ്കുകൾ, ജില്ലാതലത്തിൽ കേന്ദ്ര സഹകരണ ബാങ്കുകൾ
അപ്പോൾ ഗ്രാമീണ തലത്തിൽ പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങളും ജില്ലാതലത്തിലെ കേന്ദ്ര സഹകരണ ബാങ്കുകളും സംസ്ഥാന തലത്തിൽ സംസ്ഥാന സഹകരണ ബാങ്കുകൾ എന്ന രീതിയിലുമാണ് ഈ പറയുന്ന ഹ്രസ്വകാല വായ്പാ സംഘങ്ങളുടെ പ്രവർത്തനമെന്ന് പറയുന്നത്. ഇനി നമുക്ക് സംസ്ഥാന സഹകരണ ബാങ്കുകൾ എന്താണ് എന്നൊന്ന് നോക്കാം. അല്ലേ, സംസ്ഥാന സഹകരണ ബാങ്ക് എന്താണ്? നമ്മുടെ സംസ്ഥാനത്തെ സഹകരണ രംഗത്തെ ഏറ്റവും ഉയർന്ന ഘടകത്തിനെയാണ് സംസ്ഥാന സഹകരണ ബാങ്കുകളെന്ന് വിശേഷിപ്പിക്കുന്നത്. എന്താണ് ഇവയുടെ റോൾ എന്ന് നമുക്ക് നോക്കാം. അല്ലേ, റോള് വളരെ സിമ്പിളാണ്. ജില്ലാ സഹകരണ ബാങ്കുകൾക്കും പ്രാഥമിക സഹകരണ ബാങ്കിനും സാമ്പത്തിക സഹായം നൽകുക. അല്ലേ, ജില്ലാ സഹകരണ ബാങ്കുകൾക്കും പ്രാഥമിക സഹകരണ ബാങ്കിനും സാമ്പത്തിക സഹായം നൽകുന്നു എന്നതാണ് ഇവയുടെ കടമ. അപ്പോൾ സംസ്ഥാന സഹകരണ ബാങ്കുകളെന്ന് വെച്ചാൽ സംസ്ഥാനത്തെ സഹകരണ രംഗത്തെ ഏറ്റവും ഉയർന്ന ഘടകമാണെന്നും ഇതാണ് ജില്ലാ സഹകരണ ബാങ്കുകൾക്കും പ്രാഥമിക സഹകരണ ബാങ്കുകൾക്കും സാമ്പത്തിക സഹായം നൽകുന്നത് എന്നുമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി അടുത്തതിലേക്കൊന്ന് കിടക്കാം. അതെന്താണ്? ജില്ലാ സഹകരണ ബാങ്കുകളാണ്. അപ്പോൾ എന്താണ് ജില്ലാ സഹകരണ ബാങ്കുകളെന്ന് നമുക്കൊന്ന് നോക്കാം. അല്ലേ, ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിലാണ് ഇവ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിലാണ് ജില്ലാ സഹകരണ ബാങ്കുകൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്നു. പ്രാഥമിക സഹകരണ ബാങ്കുകൾക്ക് സഹായവും ഉപദേശവും നൽകുന്നു. അല്ലെ, പ്രാഥമിക സഹകരണ ബാങ്കുകൾക്ക് സഹായവും ഉപദേശവും നൽകുക എന്നുള്ളത് ജില്ലാ സഹകരണ ബാങ്കുകളുടെ കടമയാണ്. ഇനി മൂന്നാമത്തേത് എന്താണ്? പ്രാഥമിക സഹകരണ ബാങ്കുകളാണ്. അപ്പോൾ പ്രാഥമിക സഹകരണ ബാങ്കുകൾ എന്താണ് ചെയ്യുന്നത്? ഇവർ ചെയ്യുന്നത് ഗ്രാമീണരിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഗ്രാമീണരുടെ സമ്പാദ്യശീലം പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അല്ലേ, ഗ്രാമീണരുടെ സമ്പാദ്യശീലം പ്രോത്സാഹിപ്പിക്കുന്നു. പിന്നെയോ ഗ്രാമീണർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ നൽകുന്നു. അപ്പോൾ ഗ്രാമീണർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ നൽകുന്നതും ഈ പ്രാഥമിക സഹകരണ ബാങ്കുകൾ തന്നെയാണ്. പിന്നെയോ ഇവ എവിടെയാണ് പ്രവർത്തിക്കുന്നത്? പേരിൽ ഗ്രാമീണം ഉള്ളതുകൊണ്ട് തന്നെ ഗ്രാമങ്ങളിൽ തന്നെ പ്രവർത്തിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാം ദീർഘകാല സഹകരണ സംഘങ്ങൾ ഏതെന്ന് നോക്കാം. നമ്മൾ ദീർഘകാല സഹകരണ സംഘങ്ങളെ പറ്റിയാണ് ഇന്ന് നോക്കുന്നത്. ദീർഘകാല സഹകരണ സംഘങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ദീർഘകാല സഹകരണ സംഘങ്ങൾ രണ്ട് തട്ടിൽ പ്രവർത്തിക്കുന്നവയാണ്. ദീർഘകാല സഹകരണ സംഘങ്ങളെ ദ്വിതല സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന സംഘങ്ങളെന്നാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അതിലൊന്നാമത്തേത് ജില്ല അഥവാ ബ്ലോക്ക് തലത്തിൽ പ്രവർത്തിക്കുന്ന സഹകരണ സംഘങ്ങളാണ്. ജില്ല അല്ലെങ്കിൽ ബ്ലോക്ക് തലത്തിൽ പ്രവർത്തിക്കുന്ന സഹകരണ സംഘങ്ങൾ. പ്രാഥമിക സഹകരണ കാർഷിക ഗ്രാമ വികസന ബാങ്കുകളാണ് ഇവിടെയുള്ളത്. അതായത് പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്. അതാണ് ഈ ജില്ലാ ബ്ലോക്ക് തലത്തിൽ കാണപ്പെടുന്നത്. ഇനി സംസ്ഥാന തലത്തിൽ നോക്കിയാലോ, സംസ്ഥാന സഹകരണ കാർഷിക ഗ്രാമ വികസന ബാങ്കുകളാണ് ഈ സംസ്ഥാന തലത്തിൽ കാണപ്പെടുന്നത്. സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് എന്നാണ് നമ്മളതിനെ വിശേഷിപ്പിക്കുന്നത്. ഇനിയോ നഗര സഹകരണ ബാങ്കുകൾ പൊതുവെ ഷെഡ്യൂൾഡ് എന്നും നോൺ ഷെഡ്യൂൾഡ് ബാങ്കുകൾ എന്നുമൊക്കെയാണ് വേർതിരിക്കപ്പെട്ടിരിക്കുന്നത്. ഇപ്പം നഗര സഹകരണ ബാങ്കുകളെ പൊതുവെ ഷെഡ്യൂൾഡ് ബാങ്കുകളെന്നും നോൺ ഷെഡ്യൂൾഡ് ബാങ്കുകൾ എന്നും രണ്ട് രീതിയിൽ തരംതിരിച്ചിട്ടുണ്ട്. കേരളത്തിലെ സഹകരണ ബാങ്കുകൾ ഏതെല്ലാമെന്ന് നമുക്കൊന്ന് നോക്കാം. അല്ലേ, കേരളത്തിലെ സഹകരണ ബാങ്കുകൾ ട്രിവാൻഡ്രം സെൻട്രൽ കോഓപ്പറേറ്റീവ് ബാങ്ക്, പേരൊരിക്കൽ കൂടിയും ശ്രദ്ധിച്ചേക്കുക, തിരുവനന്തപുരം സെൻട്രൽ കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്ന ട്രിവാൻഡ്രം സെൻട്രൽ കോഓപ്പറേറ്റീവ് ബാങ്ക്. ഇതാണ് നമ്മുടെ തിരുവിതാംകൂറിലെ ആദ്യത്തെ സഹകരണ സംഘം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ സഹകരണ സംഘം ട്രാവൻകൂർ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1914 പ്രകാരമാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ട്രാവൻകൂർ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1914 വന്നിരിക്കുന്നതെന്നും 1914 ട്രാവൻകൂർ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരമാണ് ട്രിവാൻഡ്രം സെൻട്രൽ കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന പേരിൽ തിരുവിതാംകൂറിലെ ആദ്യത്തെ സഹകരണ സംഘം രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. നിലവിലുള്ള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ മുൻഗാമി, അതായത് നിലവിലുള്ള സംസ്ഥാന സഹകരണ ബാങ്കിൻ്റെ മുൻഗാമി ആണ് ട്രിവാൻഡ്രം സെൻട്രൽ കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും. അല്ലേ, നിലവിലുള്ള കേരള സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ മുൻഗാമിയാണ് ട്രിവാൻഡ്രം സെൻട്രൽ കോഓപ്പറേറ്റീവ് ബാങ്ക്. 1913 കൊച്ചിൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നിലവിൽ വരുന്നത്. അപ്പോൾ കൊച്ചിൻ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നിലവിൽ വന്നത് 1913.
ഈ ആക്ട് പ്രകാരം സ്ഥാപിതമായ ആദ്യ സഹകരണ സംഘമാണ് അഡ്വാൻസ്ഡ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പോൾ ഈ ആക്ട് പ്രകാരം സ്ഥാപിതമായ ആദ്യ സഹകരണ സംഘത്തിൻ്റെ പേരാണ് അഡ്വാൻസ്ഡ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. 1918 കൊച്ചിൻ സെൻട്രൽ കോഓപ്പറേറ്റീവ് ബാങ്ക് രൂപീകൃതമായി. അപ്പോൾ കൊച്ചിൻ സെൻട്രൽ കോ ഓപ്പറേറ്റീവ് ബാങ്ക് രൂപീകൃതമായ വർഷം ചോദിച്ചാൽ അത് 1918 അപ്പോൾ 1918 കൊച്ചിൻ സെൻട്രൽ കോ ഓപ്പറേറ്റീവ് ബാങ്ക് രൂപീകൃതമായി. മദ്രാസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1932 കീഴിലാണ് മലബാർ, കാസർഗോഡ് മുതലായ താലൂക്കുകളിലെ സഹകരണ പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടുന്നത്. അപ്പോൾ മദ്രാസ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1932 കീഴിലാണ് മലബാറും കാസർഗോഡ് താലൂക്കും ഉൾപ്പെടുന്ന 1918 കൊച്ചിൻ സെൻട്രൽ കോഓപ്പറേറ്റീവ് ബാങ്ക് രൂപീകൃതമായിരിക്കുന്നത്. തിരുക്കൊച്ചി സംയോജനത്തിൻ്റെ ഫലമായിട്ട് 1951 ട്രാവൻകൂർ കൊച്ചിൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പാസ്സാക്കപ്പെട്ടിരിക്കുന്നത്. തിരുക്കൊച്ചി സംയോജനത്തിൻ്റെ ഫലമായിട്ടാണ് 1951 ട്രാവൻകൂർ കൊച്ചിൻ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പാസ്സാക്കപ്പെട്ടിരിക്കുന്നത്. 1969 മെയ് 15 കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നിലവിൽ വരുന്നത്. അത് പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ. കൊച്ചിൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പാസ്സാക്കപ്പെട്ടത് തിരുവിതാംകൂർ കൊച്ചിൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പാസ്സാക്കപ്പെട്ടതാണ് 1951. അത് കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എന്ന രീതിയിൽ നിലവിൽ വരുന്നത് എന്നായിരുന്നു 1969 പിന്നെയോ ഈ 1969 മെയ് 15 കേരള കോ ഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നിലവിൽ വരുന്നത് വരെ ട്രാവൻകൂർ കൊച്ചിൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടാണ് നിലവിലുണ്ടായിരുന്നത്. ഇനി കേരള ബാങ്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഏറ്റവും കൂടുതൽ പഠിച്ചിരിക്കുന്നതും കേട്ടിരിക്കുന്നതും കേരള ബാങ്കിനെ കുറിച്ചാണ്. അപ്പോൾ കേരള ബാങ്ക് എന്താണ്? കേരളത്തിലെ 13 ജില്ലാ സഹകരണ ബാങ്കുകളെയും സംസ്ഥാന സഹകരണ ബാങ്കിനെയും സംയോജിപ്പിച്ച് നിലവിൽ വന്ന ബാങ്കിനെയാണ് കേരള കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന് വിശേഷിപ്പിക്കുന്നത്. കേരളത്തിലെ 13 ജില്ലാ സഹകരണ ബാങ്കുകളെയും സംസ്ഥാന സഹകരണ ബാങ്കിനെയും സംയോജിപ്പിച്ച് നിലവിൽ വന്ന ബാങ്കാണ് കേരള കോഓപ്പറേറ്റീവ് ബാങ്ക് അഥവാ കേരള ബാങ്ക് എന്ന പേരിൽ അറിയപ്പെടുന്നത്. 2019 നവംബർ 29 കേരള സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് ബാങ്കും 13 ജില്ലാ സഹകരണ ബാങ്കുകളും കേരള ബാങ്ക് എന്ന പേരിലാണ് പ്രവർത്തനം ആരംഭിച്ചത്. അപ്പോൾ 2019 നവംബർ 29 കേരള ബാങ്കിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കും 13 ജില്ലാ സഹകരണ ബാങ്കുകളുമാണ് ഈ പറയുന്ന കേരള ബാങ്ക് എന്ന പേരിൽ പ്രവർത്തനം ആരംഭിച്ചത്. കേരള ബാങ്കിൽ ഉൾപ്പെടാത്ത സഹകരണ ബാങ്കാണ് മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക്. കേരള ബാങ്കിൽ ഉൾപ്പെടാത്ത സഹകരണ ബാങ്കാണ് മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക്. 2021 നവംബർ 3 മലപ്പുറം ജില്ലാ സഹകരണ ബാങ്കിനെ കേരള ബാങ്കിൽ ലയിപ്പിക്കുന്നതിനുള്ള നിയമ ഭേദഗതി ബിൽ കേരള നിയമസഭ പാസ്സാക്കുകയുണ്ടായി. 2021 നവംബർ 3 മലപ്പുറം ജില്ലാ സഹകരണ ബാങ്കിനെ കേരള ബാങ്കിൽ ലയിപ്പിക്കുന്നതിനുള്ള നിയമ ഭേദഗതി ബില്ല് കേരള നിയമസഭ പാസ്സാക്കുകയുണ്ടായി. കേരള കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ രൂപീകരണത്തെക്കുറിച്ച് വിശദമായ പഠനം നടത്താനായിട്ട് കേരള സർക്കാർ നിയമിച്ചൊരു കമ്മിറ്റി ഉണ്ടായിരുന്നു. ഇപ്പോൾ കേരള കോ ഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ രൂപീകരണത്തെക്കുറിച്ച് വിശദമായ പഠനം നടത്താനായിട്ട് കേരള സർക്കാർ രൂപീകരിച്ച കമ്മിറ്റിയാണ് പ്രൊഫസർ MS ശ്രീറാം കമ്മിറ്റി എന്ന് പറയുന്നത്. പ്രൊഫസർ MS ശ്രീറാം കമ്മിറ്റി കേരള സർക്കാർ രൂപീകരിച്ച ഒരു കമ്മിറ്റിയാണ് പ്രൊഫസർ MS ശ്രീറാം കമ്മിറ്റി. കേരള കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ രൂപീകരണം പ്രായോഗിക തലത്തിൽ നടപ്പാക്കുന്നതിനായിട്ട് കേരള കോ ഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ രൂപീകരണം പ്രായോഗിക തലത്തിൽ നടപ്പാക്കുന്നതിനായിട്ട് രൂപീകരിച്ച ഒരു ടാസ്ക് ഫോഴ്സിൻ്റെ ചെയർമാൻ ഉണ്ടായിരുന്നു. ഒരു ടാസ്ക് ഫോഴ്സിൻ്റെ ചെയർമാനായിട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത്. അതാരായിരുന്നു? VR രവീന്ദ്രനാഥ് എന്ന് പറയുന്ന വ്യക്തിയാണ്. VR രവീന്ദ്രനാഥ്. അദ്ദേഹം മുൻ ചീഫ് ജനറൽ മാനേജറായിരുന്നു നബാർഡ്. അപ്പം നബാർഡിൻ്റെ മുൻ ചീഫ് ജനറൽ മാനേജരായിരുന്ന VR രവീന്ദ്രനാഥാണ് കേരള കോ ഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ രൂപീകരണം പ്രായോഗിക തലത്തിൽ നടപ്പാക്കുന്നതിനായി രൂപീകരിച്ച ടാസ്ക് ഫോഴ്സിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത്. കേരള ബാങ്കിൻ്റെ പ്രഥമ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ അത് ഗോപി കോട്ടമുറിക്കലാണ്. കേരള ബാങ്കിൻ്റെ പ്രഥമ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ അത് ഗോപി കോട്ടമുറിക്കലാണ് കേരള ബാങ്കിൻ്റെ പ്രഥമ പ്രസിഡന്റ്. ഈ കേരള ബാങ്കിൻ്റെ CEO ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരായിരുന്നു PS രാജൻ എന്ന് പറയും. PS രാജൻ. ഇനി നോക്കിയാൽ എന്താണ്?
കണ്ണൂർ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഫലാൽ അല്ലേ, ഹലാൽ ഫൈദ കോപ്പറേറ്റീവ് സൊസൈറ്റി. ആ സൊസൈറ്റിയുടെ പേര് ഓർത്തേക്ക് കേട്ടോ, എന്താണ് ഇത്? കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. ഹലാൽ ഫൈദ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയും. അതിൻ്റെ പ്രത്യേകത എന്താണ്? കേരളത്തിലെ ആദ്യ പലിശരഹിത സഹകരണ സംഘമാണ്. അതായത് പലിശ അവർ വാങ്ങുകയുമില്ല കൊടുക്കുകയുമില്ല. അതാണ് പലിശരഹിത സഹകരണ സംഘം എന്ന പേര് വരാൻ കാര്യം. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഭിന്നലിംഗക്കാർക്ക് സഹകരണ സംഘങ്ങൾ ആരംഭിച്ച സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഭിന്നലിംഗത്തിൽപ്പെട്ട വ്യക്തികൾക്ക് സഹകരണ സംഘങ്ങൾ ആരംഭിച്ച സംസ്ഥാനമാണ് കേരളം, അല്ലെ. ട്രാൻസ് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അടുത്തത് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുണ്ട്. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി ഇവരുടെ റിപ്പോർട്ട് പ്രകാരം, അല്ലേ, ഇതാണ് നമ്മുടെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ മാഗ്ന കാർട്ട എന്ന് വിളിക്കപ്പെടുന്നു എന്ന് പറയുന്നു. അതായത് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ റിപ്പോർട്ടിനെയാണ് ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നത്. ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര സഹകരണ വർഷമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് 2012-നെയാണ്. അപ്പോൾ 2012 ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര സഹകരണ വർഷമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കിയാൽ എന്ത് കാണാം? ഏഷ്യയിലെ ആദ്യത്തെ സഹകരണ മ്യൂസിയം സ്ഥാപിതമാകുന്നത് എവിടെയാണ്? അത് കോഴിക്കോടിലാണ്, അല്ലെ. ഏഷ്യയിലെ ആദ്യത്തെ സഹകരണ മ്യൂസിയം സ്ഥാപിതമാകുന്നത് എവിടെയാണ്? അത് കോഴിക്കോടാണ് ഏഷ്യയിലെ ആദ്യത്തെ സഹകരണ മ്യൂസിയം സ്ഥാപിതമാവുന്നത്. ഇനി നമുക്ക് കേരളത്തിലെ സഹകരണ മേഖലയെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം, അല്ലെ. കേരളത്തിലെ സഹകരണ മേഖലയെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ കേരളത്തിലെ സഹകരണ മേഖല കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെടുന്നതിന് മുൻപേ നിലവിലുള്ളതാണ്. അപ്പോൾ കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടത് 1956 നവംബർ 1 അതിനു മുൻപ് തന്നെ നമ്മുടെ കേരളത്തിൽ സഹകരണ മേഖല വളർന്ന് പന്തലിച്ചിട്ടുള്ളതാണ്. സംസ്ഥാന രൂപീകരണത്തിന് മുൻപ് ഇവിടെ തിരുവിതാംകൂർ എന്നും കൊച്ചി എന്നും മലബാർ എന്നുമുള്ള 3 നാട്ടുരാജ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഈ 3 പ്രദേശങ്ങളിലും, മലബാർ എന്ന് പറയുമ്പോൾ നാട്ടുരാജ്യമല്ല, അത് മദ്രാസ് ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിരുന്നു. ഈ 3 പ്രദേശങ്ങളിലും സഹകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. കേരള സഹകരണ വകുപ്പാണ് കേരളത്തിലെ സഹകരണ മേഖലയിലെ ഉന്നത സ്ഥാപനം എന്ന രീതിയിൽ അറിയപ്പെടുന്നത്. അപ്പോൾ കേരള സഹകരണ വകുപ്പാണ് കേരളത്തിലെ സഹകരണ മേഖലയിലെ ഉയർന്ന സ്ഥാപനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. സഹകരണ സംഘം എന്ന് പറയുന്നത് രജിസ്ട്രാറുടെ ഭരണ നിയന്ത്രണത്തിലാണ് ഉള്ളത്. അപ്പോൾ സഹകരണ സംഘത്തെ ഭരിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് രജിസ്ട്രാറാണ്. രജിസ്ട്രാറുടെ ഭരണ നിയന്ത്രണത്തിലാണ് സഹകരണ സംഘങ്ങൾ പ്രവർത്തിക്കുന്നത്. കേരളത്തിലെ സഹകരണ സംഘങ്ങളുടെ പ്രവർത്തനത്തിന് എന്താണ് അടിസ്ഥാനമെന്ന് ചോദിച്ചാൽ സഹകരണ സംഘം രജിസ്ട്രാറുടെ ഭരണ നിയന്ത്രണത്തിലാണ് കേരളത്തിലെ സഹകരണ സംഘങ്ങൾ പ്രവർത്തിക്കുന്നത്. ഇത് നോക്കിയാലോ, തിരുവനന്തപുരം DPI ഉണ്ട്, അല്ലെ. തിരുവനന്തപുരം DPIയിൽ സ്ഥിതി ചെയ്യുന്ന ജവഹർ സഹകരണ ഭവൻ, അതായത് തിരുവനന്തപുരം DPIയിൽ സ്ഥിതി ചെയ്യുന്ന ജവഹർ സഹകരണ ഭവനുണ്ട്. അതാണ് സഹകരണ സംഘം രജിസ്ട്രാറുടെ ആസ്ഥാനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ തിരുവനന്തപുരം DPIയിൽ സ്ഥിതി ചെയ്യുന്ന ജവഹർ സഹകരണ ഭവൻ, അതാണ് സഹകരണ സംഘം രജിസ്ട്രാറുടെ ആസ്ഥാനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ സഹകരണ വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മറ്റ് ഓഫീസുകളുണ്ട്, അല്ലെ. സഹകരണ വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ധാരാളം ഓഫീസുകളുണ്ട്. അവ ഏതെല്ലാമെന്ന് നമുക്കൊന്ന് നോക്കാം. സഹകരണ വിജിലൻസ്, സഹകരണ വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഓഫീസുകളെ നോക്കുമ്പോൾ അതിലാദ്യത്തേത് സഹകരണ വിജിലൻസിൻ്റെ ഓഫീസാണ്. അപ്പോൾ എന്താണ് സഹകരണ വിജിലൻസിൻ്റെ ഓഫീസിൻ്റെ പ്രവർത്തനമെന്ന് നമുക്കൊന്ന് നോക്കാം. സഹകരണ വിജിലൻസ് വിഭാഗം 2008 മുതൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള ഒരു ഓഫീസാണ്. സഹകരണ വിജിലൻസിൻ്റെ പ്രവർത്തനം എന്താണെന്ന് നമുക്ക് നോക്കാം, അല്ലേ. കേരള സംസ്ഥാനം മുഴുവൻ അധികാര പരിധിയോടുകൂടി ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് അഥവാ DIG റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ വിജിലൻസ് ഓഫീസറായി നിയമിച്ചുകൊണ്ട് തിരുവനന്തപുരം ആസ്ഥാനമായിട്ട് സഹകരണ വിജിലൻസ് ഓഫീസ് പ്രവർത്തിക്കുന്നു. അപ്പോൾ സഹകരണ വിജിലൻസ് ഓഫീസ് എവിടെ പ്രവർത്തിക്കുന്നു? തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്നു. ഇതിൻ്റെ ഓഫീസർ ആരാണ്? DIG റാങ്കിലുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ കീഴിലാണ്, അല്ലെങ്കിൽ അദ്ദേഹമാണ് വിജിലൻസ് ഓഫീസറായിട്ട് പ്രവർത്തിക്കുന്നത്. ഇത് 2008 മുതൽ പ്രവർത്തിച്ചു വരുന്ന ഒരു സ്ഥാപനമാണ്. ഇനി സഹകരണ ട്രൈബ്യൂണലുണ്ട്. എന്താണ് സഹകരണ ട്രൈബ്യൂണൽ എന്ന് നോക്കാം, അല്ലേ. സഹകരണ ട്രൈബ്യൂണലായിട്ട് സർവീസിലുള്ള ഒരു ജില്ലാ ജഡ്ജ് ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിലാണ് സേവനം അനുഷ്ഠിക്കുന്നത്. അപ്പോൾ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ട്രൈബ്യൂണലിലെ കാര്യങ്ങൾ നോക്കുന്നതിന് സഹകരണ ട്രൈബ്യൂണലായിട്ട് സർവീസിലുള്ള ഒരു ജില്ലാ ജഡ്ജ് ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ സേവനം അനുഷ്ഠിക്കുന്നു. ഇനി മൂന്നാമത്തെ പോയിന്റിലേക്ക് കിടന്നാലോ, സഹകരണ ആർബിട്രേഷൻ കോടതിയാണ്. സഹകരണ ആർബിട്രേഷൻ കോടതി. എന്താണ് സഹകരണ ആർബിട്രേഷൻ കോടതി എന്ന് നമുക്കൊന്ന് നോക്കാം. സഹകരണ മേഖലയിൽ
ധനപരമല്ലാത്ത തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള തർക്കങ്ങളല്ലാത്ത തർക്കങ്ങൾ പരിഹരിക്കാൻ വേണ്ടി 1969 കേരള കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി നിയമത്തിലെ 70-ാമത്തെ വകുപ്പ് പ്രകാരം നൽകിയിട്ടുള്ള അധികാരങ്ങൾ വിനിയോഗിക്കുന്നതിനും ചുമതലകൾ നിർവഹിക്കുന്നതിനുമായിട്ട് കേരള സംസ്ഥാനം മുഴുവൻ അധികാരപരിധിയുള്ള ഒരു സഹകരണ ആർബിട്രേഷൻ കോടതി 2013 കേരള സർക്കാർ രൂപീകരിച്ചു. അപ്പോൾ മൂന്നാമത്തെ ഓർഗനാണ് സഹകരണ ആർബിട്രേഷൻ കോടതി എന്ന് പറയുന്നത്. ഇത് സ്ഥാപിക്കപ്പെട്ടത് 2003 ഇതിൻ്റെ ചുമതല കേരളം മുഴുവനാണ് എന്നും നമുക്കറിയാം അല്ലേ. ഇതാണ് സഹകരണ ആർബിട്രേഷൻ കോടതി. ഇത് തിരുവനന്തപുരം ആസ്ഥാനമായിട്ടൊരു സതേൺ സോണും കോഴിക്കോട് ആസ്ഥാനമാക്കിയിട്ട് ഒരു നോർത്തേൺ സോണും ഈ കോടതിക്കുണ്ട്. തിരുവനന്തപുരം ആസ്ഥാനമായിട്ട് സതേൺ സോണും കോഴിക്കോട് ആസ്ഥാനമാക്കിയിട്ട് നോർത്തേൺ സോണും ഈ കോടതിക്ക് ഉണ്ട്. ഏത് കോടതിക്ക്? നമ്മുടെ സഹകരണ ആർബിട്രേഷൻ കോടതിക്ക്. ഇനി സഹകരണ ഓംബുഡ്സ്മാൻ എന്നൊരു സ്ഥാനം കൂടി ഇവിടെയുണ്ട്. എന്താണ് സഹകരണ ഓംബുഡ്സ്മാൻ? കേരള സർക്കാർ 2010 രൂപം നൽകിയ ഒരു ഓഫീസാണ് കേരള സഹകരണ ഓംബുഡ്സ്മാൻ പദ്ധതി എന്ന് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2011 ആദ്യത്തെ സഹകരണ ഓംബുഡ്സ്മാനെ നിയമിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം, ഈ പറയുന്ന സഹകരണത്തിലെ തെരഞ്ഞെടുപ്പ് എപ്രകാരമാണ് വരുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. അല്ല, സഹകരണത്തിലെ തെരഞ്ഞെടുപ്പ് വരുന്ന പ്രകാരമാണ്. സംസ്ഥാനത്തെ വായ്പ, ഫെഡറൽ, സെൻട്രൽ, അപ്പെക്സ് സഹകരണ സംഘങ്ങളിലെ ഭരണസമിതി തെരഞ്ഞെടുപ്പിൻ്റെ മേൽനോട്ടം, നിയന്ത്രണം, മാർഗനിർദ്ദേശങ്ങൾ എന്നിവ ചുമതലപ്പെടുത്തിക്കൊണ്ട് 2001 സർക്കാർ സംസ്ഥാന സഹകരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിച്ചു. അപ്പോൾ സംസ്ഥാന സഹകരണ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. 2001 ഇത് രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത്. സഹകരണ സംഘങ്ങളിലെ ഭരണസമിതി തെരഞ്ഞെടുപ്പിൻ്റെ മേൽനോട്ടം, നിയന്ത്രണം, മാർഗനിർദ്ദേശങ്ങൾ ഇവയാണ് ഈ പറയുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മുഖ്യ ചുമതല എന്ന് പറയും. സംസ്ഥാന സഹകരണ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മുഖ്യ ചുമതല എന്ന് പറയുന്നത്. ഇപ്പോൾ 2009 വരെ സംസ്ഥാനത്തെ വായ്പ, ഫെഡറൽ, സെൻട്രൽ, അപ്പെക്സ് സഹകരണ സംഘങ്ങളിലെ ഭരണസമിതി തെരഞ്ഞെടുപ്പ് മാത്രമേ സംസ്ഥാന സഹകരണ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിൽ നിർവഹിക്കേണ്ടിയിരുന്നുള്ളൂ. അതായത് 2009 വരെ സംസ്ഥാനത്തുള്ള വായ്പ, അതേപോലെ ഫെഡറൽ, സെൻട്രൽ, അപ്പെക്സ് സഹകരണ സംഘങ്ങളിലെ ഭരണസമിതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെരഞ്ഞെടുപ്പ് ഇവയൊക്കെ മാത്രമേ സംസ്ഥാന സഹകരണ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഓഫീസിൽ നിർവഹിക്കേണ്ടിയിരുന്നതായിട്ടുണ്ടായിരുന്നുള്ളൂ. 2010 ഇതിനു പുറമെ ഇതര സംഘങ്ങളിലെ പ്രാതിനിധ്യ പൊതുയോഗ തെരഞ്ഞെടുപ്പ് കൂടിയിട്ട് സംസ്ഥാന സഹകരണ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിയന്ത്രണത്തിലാക്കിയിട്ടുണ്ട്. അപ്പോൾ 2010 മേൽപ്പറഞ്ഞതിന് പുറമെ ഇതര സംഘങ്ങളിലെ പ്രാതിനിധ്യ പൊതുയോഗ തെരഞ്ഞെടുപ്പ് കൂടിയിട്ട് എന്ത് ചെയ്തു? സംസ്ഥാന സഹകരണ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നോക്കിയാൽ എന്തായിരിക്കും? ഇവർക്കൊരു അക്കാഡമിയുണ്ട്. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള സഹകരണ അക്കാഡമി എന്ന് പറയും അല്ല, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള സഹകരണ അക്കാഡമിയാണ് ഇവിടെ ഉള്ളത്. 1955 തിരുവിതാംകൂർ കൊച്ചിൻ ലിറ്റററി, സയൻറ്റിഫിക് ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് അനുസരിച്ച് നിലവിൽ വന്ന കേരള സർക്കാർ സഹകരണ വകുപ്പിൻ്റെ സ്ഥാപനമാണ് CAPE എന്ന് പറയും അല്ലേ. CAPE എന്ന് പറയും. അപ്പോൾ നമ്മൾ നോക്കിയാൽ 1955 തിരുവിതാംകൂർ കൊച്ചിൻ ലിറ്റററി, സയൻറ്റിഫിക് ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് അനുസരിച്ച് നിലവിൽ വന്ന കേരള സർക്കാർ വകുപ്പിൻ്റെ കീഴിലുള്ള സ്ഥാപനമാണ് ഏതെന്ന് പറയുന്നത്? CAPE എന്ന് പറയുന്നത്, കാപ്പെ എന്ന് പറയുന്നത്. അപ്പോൾ എൻജിനീയറിങ്, മെഡിസിൻ, മാനേജ്മെൻറ്റ് എന്നിവ പോലുള്ള തൊഴിലധിഷ്ഠിത മേഖലയിലെ വിദ്യാഭ്യാസത്തിനും പരിശീലനത്തിനും സൗകര്യം പ്രദാനം ചെയ്യുക എന്നതാണ് ഇവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ സഹകരണ വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണെന്നും അതെങ്ങനെയാണെന്നും നോക്കാം. സഹകരണ വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ. സഹകരണ വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അതിൽ ആദ്യത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് സഹകരണ സംഘങ്ങൾ രജിസ്റ്റർ ചെയ്ത് നൽകുക എന്നുള്ളതാണ് സഹകരണ വകുപ്പിൻ്റെ ആദ്യത്തെ പ്രവർത്തനം എന്ന് പറയുന്നത്. സഹകരണ സംഘങ്ങളെ രജിസ്റ്റർ ചെയ്ത് കൊടുക്കുക എന്നതാണ് ആദ്യത്തെ പ്രവർത്തനം. പിന്നെയോ സഹകരണ സംഘങ്ങളുടെ നിയമാവലിയും അവയുടെ കാലാകാലങ്ങളിലുള്ള ഭേദഗതിയും പരിശോധിച്ച് രജിസ്റ്റർ തയ്യാറാക്കുക എന്നത് രണ്ടാമത്തെ കടമ. സഹകരണ സംഘങ്ങളുടെ നിയമാവലിയും അവയുടെ കാലാകാലങ്ങളിലുള്ള ഭേദഗതിയും പരിശോധിച്ച് രജിസ്റ്റർ ചെയ്ത് നൽകുക എന്നതാണ് അവരുടെ രണ്ടാമത്തെ കടമയെന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ കടമ ഏതാണ്? സഹകരണ സംഘങ്ങളിൽ ഒരു കമ്മിറ്റി രൂപീകരണം പരാജയപ്പെടുമ്പോഴോ നിലവിലുള്ള കമ്മിറ്റി പിരിച്ചുവിടുമ്പോഴോ പകരം അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെ നിയമിച്ച് ഭരണസ്തംഭനത്തെ ഒഴിവാക്കുക. അതായത് സഹകരണ സംഘങ്ങളിൽ ഒരു കമ്മിറ്റി രൂപീകരിക്കാനായിട്ട് പരിശ്രമം നടത്തുമ്പോൾ അത് വിജയിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യുന്നു? ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെ നിയമിച്ച് ഭരണത്തിൻ്റെ സ്തംഭനം ഒഴിവാക്കുക എന്ന് പറയുന്നത് സഹകരണ സംഘങ്ങളുടെ പ്രവർത്തനത്തിൽ പെടുന്നതാണ്.
സഹകരണ സംഘങ്ങൾക്ക് സർക്കാരിൽ നിന്നുള്ള നേരിട്ടുള്ള സാമ്പത്തിക സഹായങ്ങൾ ലഭ്യമാക്കുക എന്ന് പറയുന്നത് ഇതിൻ്റെ ചുമതലയാണ്. സഹകരണ വകുപ്പിൻ്റെ പ്രവർത്തനമാണ് സഹകരണ സംഘങ്ങൾക്ക് വകുപ്പിൽ നിന്നും അല്ലെങ്കിൽ സർക്കാരിൽ നിന്നുള്ള സാമ്പത്തിക സഹായങ്ങൾ ലഭ്യമാക്കുക എന്ന് പറയുന്നത്. അതേപോലെയോ എല്ലാത്തരം സഹകരണ സംഘങ്ങളുടെയും ഓഡിറ്റ് നിർവഹിക്കുക, അല്ലേ? എല്ലാത്തരം സഹകരണ സംഘങ്ങളുടെയും ഓഡിറ്റ് നിർവഹിക്കുക എന്ന് പറയുന്നതും ഇവരുടെ കടമയാണ്. സഹകരണ സംഘങ്ങളിൽ കാലാകാലങ്ങളിൽ പരിശോധന നടത്തുക. അപ്പോൾ സഹകരണ സംഘങ്ങളിൽ കാലാകാലങ്ങളിൽ പരിശോധന നടത്തേണ്ടതുണ്ട്. ആവശ്യമായ കാര്യങ്ങളിൽ അന്വേഷണം നടത്തുകയും ക്രമക്കേടുകളും അഴിമതികളും കണ്ടുപിടിച്ച് കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുകയും സംഘത്തിനുണ്ടായ സാമ്പത്തിക നഷ്ടം ഈടാക്കുകയും ചെയ്യുക. ഇതാണ് സഹകരണ സംഘങ്ങളുടെ പ്രധാനപ്പെട്ട പ്രവർത്തനത്തിൽപ്പെടുന്നൊരു കാര്യം. സഹകരണ സംഘങ്ങളിൽ കാലാകാലങ്ങളിൽ പരിശോധന നടത്തുകയും ആവശ്യമായ കാരണങ്ങളിൽ അന്വേഷണം നടത്തുകയും ക്രമക്കേടുകളും അഴിമതികളും കണ്ടുപിടിച്ച് കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുകയും സംഘത്തിനുണ്ടായ, അതായത് സഹകരണ സംഘത്തിനുണ്ടായ സാമ്പത്തിക നഷ്ടം ഈടാക്കുകയും ചെയ്യുക എന്നതാണ് ഇവരുടെ മറ്റൊരു പ്രധാനപ്പെട്ട ചുമതല. ഇനി ഈ സഹകരണ സംഘങ്ങളുടെ പ്രവർത്തനങ്ങളിൽ മേൽനോട്ടം വഹിക്കുക, നിർദ്ദേശങ്ങൾ നൽകുക, നിയമ ചട്ട വ്യവസ്ഥകൾ പാലിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകുക, അല്ലെ? സഹകരണ സംഘങ്ങളുടെ പ്രവർത്തനങ്ങളിൽ മേൽനോട്ടം വഹിക്കുക, നിർദ്ദേശങ്ങൾ നൽകുക, നിയമചട്ട വ്യവസ്ഥകൾ പാലിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകുക. ഈ അംഗങ്ങളും ജീവനക്കാരും ഇടപാടുകാർ എന്നിവർ സഹകരണ സംഘങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കുക, അതും ഇവരുടെ ചുമതലയാണ്. അപ്പം അംഗങ്ങളും ജീവനക്കാരും ഇടപാടുകാരും തമ്മിലുള്ള തർക്കങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കുന്ന ചുമതലയും സഹകരണ വകുപ്പിൻ്റെ പെടുന്നതാണ്. ഈ ആർബിട്രേഷൻ തീർപ്പ് നടത്തിക്കൊടുക്കുക, അതായത് വിധി നടത്തിപ്പ് എന്ന ചുമതലയും ആർക്കുള്ളതാണ്? സഹകരണ സംഘത്തിനുള്ളതാണ്. ഈ സഹകരണ സംഘങ്ങൾ പ്രവർത്തനക്ഷമമല്ലാതെ വരുമ്പോഴാണ് ലിക്വിഡേഷൻ നടപടികൾ നിർവഹിക്കുന്നത്. അപ്പോൾ സഹകരണ സംഘങ്ങൾ പ്രവർത്തനക്ഷമമല്ല എന്ന് തോന്നുമ്പോൾ വരുന്നതാണ് ലിക്വിഡേഷൻ നടപടികൾ എന്ന് പറയുന്നത്. ഇനിയോ ഈ ആർബിട്രേഷൻ തീർപ്പിന്മേലുള്ള അപ്പീൽ റിവ്യൂ ഇവ നടത്തുന്നതും ഈ പറയുന്ന സഹകരണ വകുപ്പാണ്. രജിസ്ട്രേഷൻ തീർപ്പിന്മേലുള്ള അപ്പീൽ റിവ്യൂ ഇവ നടത്തുന്നതും ആര് തന്നെയാണ്? സഹകരണ വകുപ്പ് തന്നെയാണ്. സഹകരണ സംഘങ്ങൾക്കും അതിലെ ജീവനക്കാർക്കും ഇടപാടുകാർക്കും ബാധകമായ എല്ലാ കാര്യങ്ങളും സർക്കാർ നിർദ്ദേശങ്ങൾക്കും നിയമചട്ട വ്യവസ്ഥകൾക്കനുസൃതവുമായി മാർഗനിർദ്ദേശങ്ങൾ നൽകുക. അപ്പോൾ സഹകരണ സംഘങ്ങൾക്കും അതിലെ ജീവനക്കാർക്കും ഇടപാടുകാർക്കും ബാധകമായ എല്ലാ കാര്യങ്ങളും സർക്കാർ നിർദ്ദേശങ്ങൾക്കും നിയമചട്ട വ്യവസ്ഥകൾക്കനുസൃതവുമായി മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നത് ഇവരുടെ ചുമതലയാണ്. പിന്നെയോ കേരള സമ്പദ് വ്യവസ്ഥയും സഹകരണ മേഖലയും, അതൊരു പുസ്തകമാണ് കേട്ടോ. അതാര് രചിച്ച പുസ്തകമാണെന്ന് ചോദിച്ചാൽ സഹകരണ വകുപ്പ് മന്ത്രിയായിട്ട് 2016-21 കാലയളവിലുണ്ടായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ്റെ പുസ്തകമാണ് കേരള സമ്പദ് വ്യവസ്ഥയും സഹകരണ മേഖലയും. സാർത്ഥകമായ 5 സഹകരണ വർഷങ്ങൾ 2016 മുതൽ 2021 വരെ എന്ന പുസ്തകം രചിച്ച വ്യക്തിയാണ് കടകംപള്ളി സുരേന്ദ്രൻ കേട്ടോ. കടകംപള്ളി സുരേന്ദ്രൻ. വികസന ബാങ്കുകൾ, സവിശേഷ ബാങ്കുകൾ. എന്താണ് വികസന ബാങ്കുകൾ? എന്താണ് സവിശേഷ ബാങ്കുകൾ? ഇത് നമുക്കൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. വ്യവസായശാലകളുടെ സാങ്കേതികവൽക്കരണം, നവീകരണം തുടങ്ങിയ ആവശ്യങ്ങൾക്കായിട്ട് ദീർഘകാല വായ്പകൾ നൽകുന്ന ബാങ്കുകളെയാണ് നമ്മൾ വികസന ബാങ്കുകളെന്ന് വിളിക്കുന്നത്. അപ്പോൾ വ്യവസായശാലകൾക്ക് ആവശ്യമായിട്ടുള്ള സാങ്കേതികവൽക്കരണവും നവീകരണവും നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ദീർഘകാല വായ്പകൾ നൽകുന്ന ബാങ്കുകൾ നമ്മൾ വികസന ബാങ്കുകളെന്ന് വിളിക്കാറുണ്ട്. ഇത്തരത്തിൽപ്പെട്ടൊരു വികസന ബാങ്കുണ്ട്. അതിനുദാഹരണമായിട്ട് നമ്മൾ പറയുന്ന പേരാണ് ഇൻഡസ്ട്രിയൽ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ എന്ന് പറയുന്ന IFCI എന്ന് പറയുന്ന സ്ഥാപനം. ഇൻഡസ്ട്രിയൽ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന IFCI എന്ന് പറയുന്ന സ്ഥാപനം വികസന ബാങ്കിൻ്റെ ഉദാഹരണമാണ്. ചില പ്രത്യേക മേഖലകളുടെ വികസനത്തിന് മാത്രമായിട്ട് സാമ്പത്തിക സഹായം നൽകുന്ന ബാങ്കുകളെയാണ് നമ്മളെന്ന് വിളിക്കുന്നത് സവിശേഷ ബാങ്കുകളെന്ന് വിളിക്കുന്നത്. അപ്പോൾ സവിശേഷ ബാങ്കിൻ്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ ചില പ്രത്യേക മേഖലകളുടെ വികസനത്തിന് മാത്രമായിട്ട് സാമ്പത്തിക സഹായം നൽകുന്ന സ്ഥാപനങ്ങളെയാണ് സവിശേഷ ബാങ്കുകളെന്ന് വിളിക്കുന്നത്. എക്സിം ബാങ്ക് ഓഫ് ഇന്ത്യ, അതിൻ്റെ പൂർണ്ണമായ പേര് എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നതാണ്. അതെന്ത് ആവശ്യമാണ്? എക്സ്പോർട്ട് ഇമ്പോർട്ട് എന്ന് പറഞ്ഞാൽ പ്രവർത്തനം മാത്രമേ അവിടെയുള്ളൂ. അതേപോലെ ഇന്ത്യൻ ചെറുകിട വ്യവസായ വികസന ബാങ്ക്, സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ SIDBI, ഇതൊക്കെ എന്താണ്? സവിശേഷ ബാങ്കുകൾക്ക് ഉദാഹരണമാണ്. ഒരെണ്ണം ഇമ്പോർട്ടും എക്സ്പോർട്ടും മാത്രം ചെയ്യുന്ന സവിശേഷ ബാങ്കാണെങ്കിൽ മറ്റത് ചെറുകിട വ്യവസായങ്ങൾക്ക് മാത്രം വായ്പ കൊടുക്കുന്ന ഒരു ബാങ്കാണ്.
വിദേശ വ്യാപാരവുമായി ബന്ധപ്പെട്ട് സ്ഥാപിതമായ ഇന്ത്യയിലെ ഉന്നത സാമ്പത്തിക സ്ഥാപനമാണ് എക്സിം ബാങ്ക്. ഇതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് മുംബൈയുമാണ്. പുതിയ ചെറുകിട വ്യവസായം തുടങ്ങാനും വ്യവസായങ്ങൾ ആധുനികവൽക്കരിക്കാനും സഹായം നൽകുന്ന ബാങ്കാണ് സിഡ്ബി എന്ന് പറയുന്നത്. പുതിയ ചെറുകിട വ്യവസായം തുടങ്ങാനും വ്യവസായങ്ങൾ ആധുനികവൽക്കരിക്കാനും സഹായം നൽകുന്ന ബാങ്കാണ് സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്ന് പറയുന്നത്. സിഡ്ബിയുടെ ആസ്ഥാനം ഉത്തർപ്രദേശിലെ ലക്നൌവിലാണ്. സിഡ്ബിയുടെ ആസ്ഥാനം ഉത്തർപ്രദേശിലെ ലക്നൌവിലാണ്. മൈക്രോ ആൻഡ് സ്മോൾ എൻ്റർപ്രൈസസ് MSE എന്ന് പറയും അല്ലെ. മൈക്രോ ആൻഡ് സ്മോൾ എൻ്റർപ്രൈസസ് വേണ്ടിയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സെൻറ്റിമെൻറ്റ് ഇൻഡെക്സ്, അതായത് സെൻറ്റിമെൻറ്റ് ഇൻഡെക്സ് എന്നാണ് പറയുന്നത്. മൈക്രോ ആൻഡ് സ്മോൾ എൻ്റർപ്രൈസസിന് വേണ്ടിയുള്ള ഇന്ത്യയിലെ ആദ്യ സെൻറ്റിമെൻറ്റ് ഇൻഡെക്സ് എന്ന് പറയുന്ന ക്രിസിഡെക്സ് എന്ന് പറയുന്ന ഇൻഡെക്സ്, അതായത് ക്രിസിൽ ആൻഡ് സിഡ്ബി ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് വികസിപ്പിച്ചതാണ് ക്രിസിഡെക്സ് എന്ന് പറയുന്ന ഒരു ഇൻഡെക്സ് കേട്ടോ. ക്രിസിഡെക്സ് ഇൻഡെക്സ് ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് ഡെവലപ്പ് ചെയ്തെടുത്തതാണ്. ഇനി നമുക്ക് ബാങ്ക് ദേശസാൽക്കരണം എന്ന ഒരു മേഖലയിലേക്ക് കിടക്കാം. അപ്പോൾ ബാങ്ക് ദേശസാൽക്കരണം എന്താണ്? ബാങ്ക് ദേശസാൽക്കരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്, ബാങ്കിങ് മേഖലയുടെ വളർച്ചയെ നമുക്ക് പൊതുവെ 3 ഘട്ടങ്ങളായിട്ട് തരംതിരിക്കാൻ സാധിക്കും. ബാങ്കിങ് മേഖലയുടെ വളർച്ചയെ പൊതുവെ 3 ഘട്ടങ്ങളായിട്ട് നമുക്ക് തരംതിരിക്കാം. അതായത് 1770 മുതൽ 1969 ബാങ്ക് ദേശസാൽക്കരണത്തിന് തൊട്ട് മുൻപ് വരെയുള്ള ഒരു കാലഘട്ടം. അതായത് 1970 മുതൽ 1969 ബാങ്കിൻ്റെ ദേശസാൽക്കരണം വരെയുള്ള ഒരു കാലഘട്ടം എന്ന് നമുക്ക് ആദ്യത്തെ ഘട്ടത്തെ തരംതിരിക്കാനായിട്ട് സാധിക്കും. ഇനി രണ്ടാമത്തെ ഘട്ടം നോക്കിയാലോ, 1969 മുതൽ 1990 വരെയുള്ള രണ്ടാമത്തെ കാലഘട്ടം. അതായത് നമ്മുടെ ആ ഒരു പുത്തൻ സാമ്പത്തിക നയം പ്രഖ്യാപിക്കുന്നതിന് മുൻപ് വരെയുള്ള ഒരു കാലഘട്ടമാണ് 1969 മുതൽ 1990 വരെയുള്ള രണ്ടാമത്തെ കാലഘട്ടം എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ കാലഘട്ടം 1991 മുതൽ ഉള്ളതാണ്, ഇന്ന് വരെ ഉള്ളതാണ് മൂന്നാമത്തെ ഘട്ടം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ബാങ്കുകളുടെ ദേശസാൽക്കരണത്തിലേക്ക് നയിച്ചതിനുള്ള ബാങ്കുകളുടെ ദേശസാൽക്കരണം അതിൻ്റെ ആവശ്യകതയിലേക്ക് നയിച്ചതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്തെന്ന് ചോദിച്ചാൽ, സാമൂഹിക പുരോഗതി ലക്ഷ്യമാക്കി ബാങ്കുകളുടെ പ്രവർത്തനം ക്രമീകരിക്കുന്നതിന് വേണ്ടിയായിരുന്നു. അപ്പോൾ സാമൂഹിക പുരോഗതി ലക്ഷ്യമാക്കി ബാങ്കുകളുടെ പ്രവർത്തനം ക്രമീകരിക്കുക എന്ന ലക്ഷ്യമായിരുന്നു ബാങ്കുകളുടെ ദേശസാൽക്കരണത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്. ഈ ബാങ്കുകളുടെ ദേശസാൽക്കരണം നടത്തിയ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയായിരുന്നു ബാങ്കുകളുടെ ദേശസാൽക്കരണം നടത്തിയ പ്രധാനമന്ത്രി ആര് എന്ന് ചോദിച്ചാൽ അത് ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് ദേശസാൽക്കരണങ്ങൾ നടന്നത്. 1969 ഒന്നാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണ സമയത്ത് ധനകാര്യമന്ത്രി ഇന്ദിരാഗാന്ധിയായിരുന്നു. പ്രധാനമന്ത്രിയായിരുന്നു ഇന്ദിരാഗാന്ധി തന്നെയായിരുന്നു 1969 ഒന്നാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണ സമയത്ത് ധനകാര്യമന്ത്രി. അന്നത്തെ രാഷ്ട്രപതിയുടെ പേരായിരുന്നു VV ഗിരി എന്ന് പറയും. അന്നത്തെ രാഷ്ട്രപതി VV ഗിരിയും ആയിരുന്നു. 1969 ജൂലൈ 19 ഇന്ത്യയിലെ ഒന്നാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടന്നത്. ഇന്ത്യയിലെ ഒന്നാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടന്നത് എന്നാണ്? 1969 ജൂലൈ 19 ഒന്നാം ഘട്ടത്തിൽ 50 കോടി രൂപയ്ക്ക് മുകളിൽ മൂലധനമുള്ള 14 ബാങ്കുകളെയാണ് ദേശസാൽക്കരിച്ചത്. അപ്പോൾ ഒന്നാം ഘട്ട ദേശസാൽക്കരണത്തിൽ എത്ര ബാങ്കുകൾ ദേശസാൽക്കരിച്ചു എന്ന് ചോദിച്ചാൽ 50 കോടി രൂപയ്ക്ക് മുകളിൽ മൂലധനമുള്ള 14 ബാങ്കുകളെയാണ് ദേശസാൽക്കരിച്ചത്. 1980 ഏപ്രിൽ 15 രണ്ടാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടന്നത്. രണ്ടാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടന്നത് 1980 ഏപ്രിൽ 15 രണ്ടാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണ സമയത്ത് ഇന്ത്യൻ രാഷ്ട്രപതിയായിരുന്നു നീലം സഞ്ജീവ റെഡ്ഡി. അപ്പോൾ നീലം സഞ്ജീവ റെഡ്ഡി ആയിരുന്നു രണ്ടാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണ സമയത്ത് ഇന്ത്യൻ രാഷ്ട്രപതിയായിട്ടുണ്ടായിരുന്ന വ്യക്തി. രണ്ടാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആര് തന്നെയായിരുന്നു? ഒന്നാം ഘട്ടം നടത്തിയ അതേ ഇന്ദിരാഗാന്ധി തന്നെയായിരുന്നു രണ്ടാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണവും നടത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി. രണ്ടാമത്തെ ഘട്ടത്തിൽ 200 കോടി രൂപ മൂലധനമുള്ള 6 ബാങ്കുകൾ തിരഞ്ഞെടുത്തു. എന്നിട്ട് ആ ബാങ്കുകളെയാണ് ദേശസാൽക്കരിച്ചത്. അപ്പോൾ രണ്ടാം ഘട്ടത്തിൽ 200 കോടി മൂലധനമുള്ള 6 ബാങ്കുകളെ ദേശസാൽക്കരിച്ചു. അതായിരുന്നു ഇവിടുത്തെ പ്രത്യേകത. രണ്ടാം ഘട്ട ദേശസാൽക്കരണത്തിന് ശേഷം ആകെ 20 ബാങ്കുകളാണ് നമുക്കിവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ രണ്ടാമത്തെ ദേശസാൽക്കരണത്തിന് ശേഷം ആകെ ഉണ്ടായിരുന്ന ബാങ്കുകളുടെ എണ്ണം എന്ന് പറയുന്നത് 20 ആയിരുന്നു. എന്നാൽ
1993 ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ചു. അതോടുകൂടി എണ്ണം 19 മാറി. അതോടുകൂടി 19 എണ്ണമായിട്ട് മാറി. ഇപ്പോൾ ഈ പറയുന്ന മൂന്നാമത്തെ ഘട്ടത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ആ മൂന്നാമത്തെ ഘട്ടത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇന്ന് കാണുന്ന നൂതന സംവിധാനങ്ങൾ നിലവിൽ വന്നു എന്നുള്ളതാണ് പ്രത്യേകത. കോർ ബാങ്കിങ്, നെറ്റ് ബാങ്കിങ്, ഫോൺ ബാങ്കിങ്, ക്രെഡിറ്റ് കാർഡ്, ATM, ഇതെല്ലാം നിലവിൽ വന്നത് എന്നാണ്, എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ATM-ഉം ക്രെഡിറ്റ് കാർഡും ഫോൺ ബാങ്കിങ്ങും നെറ്റ് ബാങ്കിങ്ങും കോർ ബാങ്കിങ്ങും ഒക്കെ തുടങ്ങിയ അല്ലെങ്കിൽ മുതലായ നൂതന സംവിധാനങ്ങൾ നിലവിൽ വന്ന കാലഘട്ടമാണ് ഈ പറയുന്ന മൂന്നാമത്തെ ഘട്ടമെന്ന് പറയുന്നത്. മൂന്നാം ഘട്ടത്തിൽ നൂതന പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിൽ നടപ്പിലാക്കിയ സ്വകാര്യ ബാങ്കുകളാണ് പുത്തൻ തലമുറ ബാങ്കുകളെന്ന് പറയുന്നത്. ഇപ്പം മൂന്നാമത്തെ ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള നൂതന പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിൽ നടപ്പിലാക്കിയ സ്വകാര്യ ബാങ്കുകളെയാണ് നമ്മൾ പുത്തൻ തലമുറ ബാങ്കുകളെന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. 2019-ലും 2020-ലും ബാങ്കുകളുടെ ലയനം പ്രഖ്യാപിച്ച ധനകാര്യമന്ത്രിയാണ് നിർമ്മല സീതാരാമൻ. അതിൻ്റെ ഭാഗമായിട്ട് 2019 ഏപ്രിൽ 1-ന് വിജയ ബാങ്ക്, ദേന ബാങ്ക്, രണ്ട് ബാങ്കുകളാണ്, വിജയ ബാങ്കും ദേന ബാങ്കും, ഇത് രണ്ടും ബാങ്ക് ഓഫ് ബറോഡയിൽ ലയിച്ചു ചേരുകയാണ് ഉണ്ടായത്. അപ്പോൾ ബാങ്ക് ഓഫ് ബറോഡയിൽ ലയിച്ച ബാങ്കുകൾ ഏതെല്ലാം എന്ന് ചോദിച്ചാൽ വിജയ ബാങ്കും ദേന ബാങ്കുമാണ്. ദേന ബാങ്കും വിജയ ബാങ്കും ബാങ്ക് ഓഫ് ബറോഡയിൽ ലയിച്ചതോടുകൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ പൊതുമേഖലാ ബാങ്കായി ബാങ്ക് ഓഫ് ബറോഡ മാറ്റപ്പെടുകയാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ പൊതുമേഖലാ ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡയാണ്. ഒന്നാമത്തേത് SBI ആണ്. രണ്ടാമത്തേത് നമുക്ക് പഞ്ചാബ് നാഷണൽ ബാങ്കിനെയാണ് നമ്മൾ രണ്ടാമത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് എന്ന് വിശേഷിപ്പിക്കുന്നത്. മൂന്നാമത്തെ ബാങ്കാണ് ഏതെന്ന് പറയുന്നത് ബാങ്ക് ഓഫ് ബറോഡ എന്ന് പറയുന്നതാണ് മൂന്നാമത്തെ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് എന്ന് പറയുന്നത്. 2019 ജനുവരി 21-ന് പൊതുമേഖലാ വിഭാഗത്തിൽ നിന്നും സ്വകാര്യ മേഖലയിലേക്ക് മാറ്റപ്പെട്ട ഒരു ബാങ്കുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ബാങ്കാണ്. ഈ ബാങ്കിൻ്റെ പേരാണ് IDBI എന്നാണ് പറയുന്നത്. 2019 ജനുവരി 21-ന് പൊതുമേഖലാ വിഭാഗത്തിൽ നിന്നും സ്വകാര്യ മേഖലയിലേക്ക് മാറ്റപ്പെട്ട ഒരു ഇന്ത്യൻ ബാങ്കാണ് IDBI. ഈ IDBI എങ്ങനെയാണ് സ്വകാര്യ മേഖലയിലേക്ക് മാറ്റപ്പെട്ടത്? പൊതുമേഖലാ ഇൻഷുറൻസ് സ്ഥാപനമായ LIC ഈ IDBIയുടെ 51% ഓഹരികൾ സ്വന്തമാക്കി. പൊതുമേഖലാ ഇൻഷുറൻസ് സ്ഥാപനമായ LIC 51% ഓഹരികൾ IDBIയുടെ സ്വന്തമാക്കിയപ്പോൾ IDBIക്ക് പൊതുമേഖലാ ബാങ്ക് എന്ന പദവി നഷ്ടപ്പെട്ടു. ഇന്ത്യയിൽ വ്യാവസായിക ആവശ്യങ്ങൾക്ക് ധനസഹായം നൽകുന്നതിന് വേണ്ടി സ്ഥാപിതമായ ബാങ്കാണ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഫോർ ഇന്ത്യ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന IDBI. ഇന്ത്യയിലെ വ്യാവസായിക ആവശ്യങ്ങൾക്ക് ധനസഹായം നൽകുന്നതിന് വേണ്ടി സ്ഥാപിതമായ ബാങ്കാണ് ഇത്. 2020 ഏപ്രിൽ 1-ന് കേന്ദ്ര സർക്കാർ ചില ബാങ്കുകളുടെ ലയനം പ്രഖ്യാപിക്കുകയുണ്ടായി. അവ ഏതെല്ലാമെന്ന് നമുക്കൊന്ന് നോക്കാം. 2020 ഏപ്രിൽ 1-ന് കേന്ദ്ര സർക്കാർ ലയനം നടത്തിയ ബാങ്കുകളാണ് ഓറിയൻ്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ്, യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇത് രണ്ടും പഞ്ചാബ് നാഷണൽ ബാങ്ക് എന്ന ബാങ്കിലാണ് കൊണ്ടുപോയി ലയിപ്പിച്ചത്. അപ്പോൾ ഓറിയൻ്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സിനെ, യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യയെ എന്നിവയെ കൊണ്ടുപോയി ലയിപ്പിച്ചത് പഞ്ചാബ് നാഷണൽ ബാങ്കിലാണ്. ആന്ധ്ര ബാങ്കും കോർപ്പറേഷൻ ബാങ്കും ഉണ്ട്. ഈ രണ്ട് ബാങ്കുകൾ, അതായത് ആന്ധ്ര ബാങ്ക്, കോർപ്പറേഷൻ ബാങ്ക്, ഈ രണ്ട് ബാങ്കുകളെ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ കൊണ്ടുപോയി ലയിപ്പിച്ചു. ആന്ധ്ര ബാങ്ക്, കോർപ്പറേഷൻ ബാങ്ക് എന്നിങ്ങനെയുള്ള ഈ രണ്ട് ബാങ്കുകളെ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ് കൊണ്ടുപോയി ലയിപ്പിച്ചത്. ഇനി അതേപോലെ സിൻഡിക്കേറ്റ് ബാങ്കിനെ എന്ത് ചെയ്തു? കാനറ ബാങ്കിൽ കൊണ്ടുപോയി ലയിപ്പിച്ചു. സിൻഡിക്കേറ്റ് ബാങ്കിനെ കാനറ ബാങ്കിലാണ് കൊണ്ടുപോയി ലയിപ്പിച്ചത്. അലഹബാദ് ബാങ്കിനെയോ ഇന്ത്യൻ ബാങ്കിലും കൊണ്ടുപോയി ലയിപ്പിച്ചു. അപ്പോൾ സിൻഡിക്കേറ്റ് ബാങ്കിനെ കാനറ ബാങ്കിൽ ലയിപ്പിച്ചു, അലഹബാദ് ബാങ്കിനെ ഇന്ത്യൻ ബാങ്കിൽ ലയിപ്പിച്ചു, ആന്ധ്ര ബാങ്ക്, കോർപ്പറേഷൻ ബാങ്ക് എന്നിവയെ യൂണിയൻ ബാങ്കിൽ ലയിപ്പിച്ചു. സെൻട്രൽ ഓറിയൻ്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സിനെ യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവയെ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിപ്പിച്ചു. അപ്പോൾ അങ്ങനെ നോക്കിയാൽ 1, 2, 3, 4, 5 ബാങ്കുകൾ വീണ്ടും കുറയുകയാണ്. 5 അല്ല, 6 ബാങ്കുകൾ വീണ്ടും കുറയുകയാണ്. അപ്പോൾ 6 ബാങ്കുകൾ വീണ്ടും പോയി. അപ്പോൾ നോക്കിയാൽ എന്താണ്? നിലവിൽ ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം എന്നുള്ളത് 12 ബാങ്കുകൾ മാത്രമേ നിലവിൽ ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കുകളായിട്ട് പ്രവർത്തിക്കുന്നുള്ളൂ. അപ്പം നിലവിൽ ഇന്ത്യയിലെ
പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ 12 ബാങ്കുകൾ മാത്രമേ നിലവിൽ പ്രവർത്തിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഇതുവരെ പഠിച്ചത് ബാങ്കിങ് സെക്ടറുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാണിജ്യ ബാങ്കുകൾ എന്താണ്, അതേപോലെ തന്നെ സവിശേഷ ബാങ്കുകൾ എന്താണ്, വികസന ബാങ്കുകൾ എന്താണ്, സഹകരണ ബാങ്കുകൾ എന്താണ്, ബാങ്കിൻ്റെ ദേശസാൽക്കരണം എന്താണ് എന്നീ കാര്യങ്ങളാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചെങ്കിൽ മാത്രം കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഓൾ ദ ബെസ്റ്റ്.